അഞ്ചാം പാതിരയുടെ ഫസ്റ്റ് ഡേ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷേ കാരണം പടം എല്ലാം ഓടി ഇത്രയും കില്ലിങ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് കാണിക്കുന്ന വില്ലൻ ഞാനാണ്. പക്ഷേ പാരലൽ കമ്മിറ്റികൾ അൽഫോൺസിനുണ്ടായിരുന്നു. അൽഫോൺസിന് ചെന്നൈയിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, പാരീഷിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പാരീഷ് കമ്മിറ്റിയിലുള്ളായിരുന്നു നിവിൻ ആൻഡ് സിജു. പടക്കളം വന്നിട്ട് പടക്കളം ഹിറ്റാകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്ന ഡയലോഗ് മറ്റേ ഷറഫുദ്ദീന്റെ കംബാക്ക്. ഞാൻ ലൈഫിൽ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഷറഫിനെ പ്ലേസ് ചെയ്താൽ ഡയലോഗ് ഷറഫ് കയ്യിൽ നിട്ടുന്ന് ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യണം എന്ന് തോന്നിയ മൊമെന്റ് ശരിക്കും എവിടെയായിരുന്നു? ആർക്കറിയാമലൊക്കെയാണ് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതിൻ്റെ ഒരു മീറ്റർ വെച്ചിട്ടും അതിൻ്റെ ഒരു പൊസിഷനിങ്ങും എല്ലാത്തിലും ഇതാണ് എന്ന് കറക്റ്റായിട്ട് പറയപ്പെട്ടുകൊണ്ടിരുന്നത്. സി.ഡി. മൂസ ഇറങ്ങി ആദ്യത്തെ 2-3 ദിവസം നെഗറ്റീവ് വന്നാണ്. അർച്ചന ശോഭൻ ചേട്ടൻ ബെഡും കൂട്ടി ചാടുന്നത് ഒക്കെ വൻ പ്രശ്നമായിട്ട് വിമർശിക്കപ്പെട്ടാണ്. തിയേറ്ററിൽ വന്ന് ഷറഫുദ്ദീനെ കാണേണ്ട കാര്യമില്ല, ഷറഫുദ്ദീൻ ടി വിയിൽ വരുമ്പോൾ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആർക്കോ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ. ഇങ്ങനെ ഒരു പടം വന്നത് ഫഹദും സൗബിനും പടം അൽഫോൺസ് ഇങ്ങനെ പോയി ചെയ്യടാ, വല്ലതൊക്കെ കണ്ട് പഠിക്കടാ, പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിപ്പിക്കുമായിരുന്നു എല്ലാവരും. ഓക്കെ, അത് ഒരു കാര്യമാണ്, അത് റിയാലിറ്റിയാണ്. ഞാൻ വെറുതെ ഇരിക്കാനുള്ള ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു സിനിമ ചെയ്തത്. അത് EMI പ്രൊജക്ടുകൾ ഭയങ്കര അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടില്ല. ഞാൻ ലീഡിൽ നിവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിവിനൊന്ന് അറിയിച്ചാൽ മതി നമ്മൾ. അത് ഞാനടക്കം നിവിൻ ഒരു കാര്യം സ്കോർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഷറഫുദ്ദീനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. ഷറഫ് ആദ്യം കൺഗ്രാറ്റ്സ്. താങ്ക് യു. പെറ്റ് ഡിറ്റക്റ്റീവ് എനിക്കറിയാം. ഷറഫ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഷറഫ് എന്തിനും തയ്യാറായ ഒരു സിനിമയായിരുന്നു. ഏത് അളവിൽ വരെ അതിന് പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ തിയേറ്ററിൽ സക്സസ് ആവുന്നുള്ളത് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ 60-40 ഇനി പറയാലോ. 60-40. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെന്നല്ല, നമ്മുടെ സിനി ഫൈൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൗഡിന് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വന്നാലാണ് കറക്റ്റ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രെൻഡ് റിപ്പീറ്റിലാണ് അത് നിൽക്കുന്നത് എന്നുള്ള സിനി ഫൈൽസ് അല്ല. ഓഡിയൻസിന് എപ്പോഴും മാറണം, ഒരു കോമൺ ക്രൗഡിനൊപ്പം മാറണം. സി.ഡി. മൂസ ഇറങ്ങി ആദ്യത്തെ 2-3 ദിവസം നെഗറ്റീവ് വന്നാണ്. അർച്ചന ശോഭൻ ചേട്ടൻ ബെഡും കൂട്ടി ചാടുന്നത് ഒക്കെ വൻ പ്രശ്നമായിട്ട് വിമർശിക്കപ്പെട്ടാണ്. അപ്പം ആ ജോണറിലൊരു സിനിമ വരിക എന്ന് പറയുന്നത്, ആ ജോണറിലൊരു സിനിമ തയ്യാറാക്കുമ്പോഴേ എൻ്റെ ഒരു ഉദ്ദേശം അതിൽ മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അപ്പം ഞാൻ വിശ്വസിച്ചത് ഫാമിലി കുട്ടികൾ എന്ന് പറയുന്ന ആ ഓഡിയൻസിനെ തന്നെയാണ്. പക്ഷെ അവർ തിയേറ്ററിലേക്ക് എത്തുന്നത് സിനിമയിൽ ഒരു ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ക്രൗഡ് വേണമെങ്കിൽ 4 ദിവസം കൊണ്ട് കഥ കഴിച്ച് കളയും നമ്മളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സൂക്ഷിച്ചാണ് നിന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രോസസ്സിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ല. സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ ഉള്ള ടെൻഷൻ ഇത്തിരി കൂടുതലായിരുന്നു. ഇപ്പോൾ ഷറഫ് നോക്കിയാൽ ഇപ്പം നേരം, പ്രേമമാണ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ വരുന്നത്. ഇപ്പോൾ പ്രേമത്തിലെ ഗിരിരാജൻ കോഴി എന്ന് പറയുന്നത് അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആവാൻ സാധ്യതയുള്ളടുത്ത് അത് പൊളിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കറിയാം അതിനുശേഷം വന്ന ഇപ്പൊ പാവാടി അടക്കമുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഷറഫിനെ പെട്ടെന്ന് പ്ലേസ് ചെയ്യണം. അവിടെ ഷറഫ് കയ്യിന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞത് ഷറഫിനെ പ്ലേസ് ചെയ്താൽ ഡയലോഗ് ഷറഫ് കയ്യിന്നിട്ടു എന്ന് ഒരു പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രേമത്തിന്റെ ഒക്കെ ഒരു ഇംപ്രവൈസേഷൻ വെച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്യണം എന്ന് തോന്നിയ മൊമെന്റ് ശരിക്കും എവിടെയായിരുന്നു? ഒരു കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാതെ തന്നെ എന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഒന്ന് മാക്സിമം നമ്മുടെ ഒരു കംഫർട്ട് സോൺ മാറ്റി പിടിക്കണം, എൻ്റെ ഒരു കംഫർട്ട് സോൺ മാറ്റി പിടിച്ചിട്ട്. അല്ലെങ്കിൽ പക്ഷെ എപ്പോഴും നമ്മളിൽ നിന്ന് വരുന്നതിൽ നിന്ന് എവിടെയോ കംഫർട്ടബിൾ ആകുന്ന ഒരു ഫിലിം മേക്കറായി വരുന്നതോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. അപ്പം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ പല സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാനും എൻ്റെ ലോജിക്കലി മാറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടത് എനിക്ക് തോന്നുന്നു ആർക്കറിയാമലൊക്കെയാണ് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതിൻ്റെ ഒരു മീറ്റർ വെച്ചിട്ടും അതിൻ്റെ ഒരു പൊസിഷനിങ്ങും എല്ലാത്തിലും ഇതാണ് എന്ന് കറക്റ്റായിട്ട് പറയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ വരത്തൻ ചെയ്യുമ്പോഴാണെങ്കിലും അമലേട്ടൻ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അമലേട്ടൻ ഒരു പരിപാടി തന്ന് അമലേട്ടൻ എന്നെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയത്, സ്ക്രിപ്റ്റിനെ അല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ക്യാരക്ടറിനെയാണ് പരിചയപ്പെടുത്തി തന്നത്. ഈ ക്യാരക്ടറിന്റെ
ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള അമലേന്റെ ധാരണകളും എന്റെ ധാരണകളും കൂടി ചേർന്ന് പോവുക എന്നുള്ളതായിരുന്നു ശരിക്കും അതായത് ഷറഫിനെ ഒഴിപ്പിച്ചെടുക്കുന്നത് അല്ലെ, ഏത് ക്യാരക്ടറിനെ നിർത്തിയിട്ട് ഷറഫിനെ അതിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കുക. ഒഴിപ്പിച്ചെടുക്കാറുന്നതിലേക്ക് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് എനിക്ക് റെഫറൻസ് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ. അപ്പൊ അത് സംസാരത്തിന്റെ ഒരു രീതി അവതരിപ്പിച്ച് തരുന്നത് വേറെ രീതിയിലായിരുന്നു. പക്ഷെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടർ. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ പ്രോസസ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്കറിയാമലായിരിക്കും. പിന്നെ ഹലാൽ ലവ് സ്റ്റോറി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഹലാൽ ലവ് സ്റ്റോറിയിൽ ഈ പറഞ്ഞ പോലെ മലബാറിൽ ആ കൾച്ചറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എനിക്ക് ഒരു കണക്ഷൻ ഇല്ല. എനിക്ക് അറിയാം 1-2 പേരെ നാട്ടിൽ ആലുവയിൽ എന്നൊക്കെ പറഞ്ഞറിയാന്നല്ലാതെ അതിന്റെ ഒരു മൊത്തം സെറ്റപ്പിന്റെ അകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അവര് പറയുന്നതിന് മൊത്തം ഫോളോ ചെയ്താണ് ഞാൻ ഹലാൽ ലവ് സ്റ്റോറി നിന്നത്. അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്നാൽ പോലും ചില കാര്യങ്ങൾ വരുമ്പോ ഇപ്പൊ ഞാനൊരു സീനിൽ ഒരു ഡയലോഗ് പറഞ്ഞതിന് ഞാനിങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് ഇത് പറഞ്ഞപ്പോൾ ആ സീൻ നന്നായിട്ട് അവർ ആ സീൻ അപ്പോൾ എൻ്റെ കോ ആക്ടറായിട്ട് വന്ന ആളെ മാറ്റിയിട്ട് അല്ല ഈ സീൻ നമുക്ക് വേറെ ദിവസം എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇച്ചിരി കൂടി ഒരു വലിയൊരു ആക്ടറെ കൊണ്ടുവന്ന് ആ സീൻ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതും നടക്കാറുണ്ട് ചില സമയം. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം നേരമാണെങ്കിലും പ്രേമമാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ ദിവസവും ഒരുപക്ഷെ കാണുന്ന എന്നും സിനിമ സംസാരിക്കുന്ന ഒരു ചങ്ങാതി കൂട്ടത്തിൻ്റെയാണ് ഉണ്ട്. അപ്പം ആ കംഫർട്ടബിളിൽ നിന്നാണ്, അതായത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ നിന്നാണ് പുതിയ ഡയറക്ടേഴ്സ് പുതിയ പരിചയക്കാരിലേക്ക് വരുന്നത്. അത് അഡാപ്റ്റബിൾ ആവുന്നൊരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര എനിക്ക് തോന്നുന്നു. ഞാൻ പ്രേമം കഴിഞ്ഞു. പ്രേമത്തിലെ വിജയം എന്ന് പറയുമ്പോൾ പ്രേമത്തിലെ വിജയം വന്നു. പ്രേമത്തിൽ ഗിരിരാജൻ കോഴി ഭയങ്കര ഒരു പരിപാടിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഏറ്റവും വൈറലായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് മേലെയാണ്. അപ്പൊ ഞാൻ ഇതിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഇതൊരു ചെറിയ ഫ്ലൂക്കാണ്. ഇത് ഈ ട്രെൻഡിൽ ഞാൻ ഒന്നെങ്കിലും ഒലിച്ച് ഞാൻ ഇതിന്റെ കൂടെ പോകും. ഇതാണ് എന്റെ ഒരു മാക്സിമം. നമ്മൾ ആ ഹൈയിലല്ല നിന്നിരുന്നത്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഹൈയിലൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിനെ പുറത്തുനിന്ന് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് ഈ കാണുന്നത് എന്നുള്ള സാധനം. അപ്പോ അത് ചെയ്ത് അത് ഫ്ലൂക്കാണെന്നുള്ള അല്ലെങ്കിൽ ഇത് ഞാൻ എന്നെ വിശ്വസിപ്പിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ ഞാൻ അവിടെ ചെയ്ത ബിഹേവ് ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ എൻ്റെ ഒരു കയ്യിലുള്ള ഏറ്റവും എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ ആ കൗണ്ടർ സ്വഭാവമൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ അടിച്ചാണ് അവിടെ നിന്നത്. പക്ഷെ ഇത് അടിച്ചതിന് ശേഷം ഞാൻ പാവാടയിലേക്കൊക്കെ എത്തുമ്പോൾ കൃത്യമായ ഒരു സിനിമയിലേക്ക് ഞാൻ ലാൻഡ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ മറ്റേ ഷോൾഡർ ചെയ്യേണ്ടി വരിക. അതെ, ക്യാരക്ടർ വലുതായി. അപ്പോൾ അതിലൊരു പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. കാരണം ഞാൻ സീരിയസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒരുപാട് വെറുതെ കോൺഷ്യസ് ആവും. അപ്പം അത് പിന്നെ ഹാപ്പി വെഡിങ് വരുമ്പോൾ എന്ന് വെച്ചാൽ ഹാപ്പി വെഡിങ് ഞാൻ കംപ്ലീറ്റ്ലി സിജു എടുത്ത സിനിമയിൽ ഞാനൊരു കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ സിജുവിന്റെ പരിപാടിയാണ്. അപ്പൊ ഞാൻ ഓക്കെ എന്നാൽ സിജുവിന്റെ പരിപാടി പോവുക എന്നല്ലാതെ ഞാൻ ആ സ്ക്രിപ്റ്റ് ഒക്കെ ഒരു റൗണ്ട് വെറുതെ വായിച്ച് സിജു തന്നെ എന്നെ മറ്റേ എടാ ഇതാ ഇങ്ങനെ പറഞ്ഞ് ഇത് കഥയൊക്കെ പറഞ്ഞെന്ന് കൊണ്ടുപോയി. പിന്നെ ഞാൻ അവിടെ ഇംപ്രവൈസ് ചെയ്ത സിറ്റുവേഷൻസ് ആണ്. അപ്പം അതെല്ലാം അപ്പോഴൊന്നും എനിക്ക് ഇതും കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൊരു തോന്നൽ എനിക്ക് ഭയങ്കരമായിട്ടില്ല. ഞാൻ അപ്പോഴേക്കും ജിത്തു സാറിന്റെ ഈ ആദി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഇച്ചിരി തമാശക്കാരനല്ലാത്തൊരു കഥാപാത്രം വരെയും തൊബാമ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരന്റെ സിനിമ ചെയ്യും, മോസിന്റെ സിനിമ ചെയ്യും, കൂടെ വരത്തനും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ കാർബൺ പോയി ചെയ്തു, കുറച്ച് ചെറുതാണെങ്കിൽ വേണു സാറിന്റെ കൂടെ, അതിലും ഈ പറഞ്ഞ പോലത്തെ ഒരു കഥാപാത്രം. അപ്പൊ പിന്നെ തമാശ അവിടെ നിന്ന് കട്ടായി ശരിക്കും. പിന്നെ എനിക്ക് തമാശ ക്യാരക്ടർ റോളിലേക്ക് വന്നു. വരത്തം കഴിഞ്ഞതിന് ശേഷം ശരിക്കും തമാശയിലേക്ക് പോയിട്ടില്ല ശരിക്കും പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തു. പിന്നെ 5-ാം പാതിന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ അവിടെ നിന്ന് പതുക്കെ ലീഡ് റോള് ചെയ്യാൻ പോയത് പോലും ഞാൻ എന്റെ ഫസ്റ്റ് ഹീറോ പടം ഇതാണ്, നീയും ഞാനും എന്ന് പറയുന്ന സിനിമയാണെന്ന് അവര് പ്രഖ്യാപിക്കുമ്പോഴേ ഞാൻ അറിയുന്നുള്ളത്. ഞാനൊരു ക്യാരക്ടർ റോളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു നിർവചിക്കാൻ. പ്രേമത്തില് ഗിരിരാജൻ കോഴി കണ്ട് പുറത്തിറങ്ങിയ ആളുകൾ അതേ ഡയലോഗ് പറയുമ്പോൾ ഉള്ള ഇതിൽ ഹൈ ഇല്ല, ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ആഹ്ലാദമാണ് ഈ സിനിമ ഉണ്ടാകുന്നത്? സെൽഫ് ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതെപ്പോഴും ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഞാൻ ഇടയ്ക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ ചെയ്ത കഥാപാത്രമാണെങ്കിലെല്ലാം 5-ാം പാതിരയുടെ ഫസ്റ്റ് ഡേ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷെ കാരണം പടം എല്ലാം ഓടി ഇത്രയും കില്ലിങ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വന്ന് കാണിക്കുന്ന വില്ലൻ ഞാനാണ്. ഞാനവിടെ ആ ഒരൊറ്റ പോയിന്റ് കൺവിൻസ് ചെയ്യണം. പക്ഷെ ബെഞ്ചമിൻ പാളിയ ആ പടം മൊത്തം ഞാനാണ് അതിന്റെ പ്രശ്നത്തിലുള്ള. അപ്പൊ
അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു സിനിമയെ കുറിച്ച്. സിനിമ ചെയ്ത് വിട്ടിട്ട് അങ്ങനെ പോവാറില്ല. അപ്പം പെറ്റ് ഡിറ്റക്റ്റീവിന്റെ കാര്യത്തിൽ വെച്ചാൽ പെറ്റ് ഡിറ്റക്റ്റീവ് ഫാമിലീസിനെ ചിരിപ്പിക്കുക. ഇപ്പൊ ഞാൻ ഹലോ മമ്മി ചെയ്തു. ആ ഹലോ മമ്മി തിയേറ്ററിൽ ഓക്കെ വർക്കായി. പക്ഷെ OTT-യിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് കണ്ടു. കുട്ടികൾ റിപ്പീറ്റഡ്ലി കാണുന്നു എന്ന് പറയുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ ഇത് നിരാശയും തരുന്നുണ്ട്. ഇവരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. അത് ഹലോ മമ്മി ഇപ്പൊ ഞാൻ ഏതൊരു കുഞ്ഞിനെ കണ്ടാലും ആ കുഞ്ഞ് പറയുന്നത് ഹലോ മമ്മി എന്നാണ്. അത്രമാത്രം അത് കുട്ടികൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പടക്കളമാണെങ്കിലും കുട്ടികൾക്കിടയിൽ ഭയങ്കര ചെറിയ കുട്ടികൾക്കിടയിൽ ഭയങ്കര വീണ്ടും ഡിസ്കസ് ആയി. സ്ലാപ്സ്റ്റിക് കോമഡി കാര്യങ്ങൾ അത് OTT-യിലാണ് കൂടുതലും. സംശയം എന്ന് പറയുന്ന സിനിമ ചെയ്തു. അത് തിയേറ്ററിൽ അങ്ങനെ ഇതായില്ല. പക്ഷെ വീണ്ടും OTT-യിൽ വരുമ്പോ എല്ലാവരും കണ്ടിട്ട് നന്നായിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ്ലി ഞാൻ കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ട്. പ്രിയനോട്ടത്തില് ഒരു മഴക്കാലത്ത് ഇറങ്ങിയിട്ട് ഇതുപോലെ തന്നെ തിയേറ്ററിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. പക്ഷെ OTT-യിൽ വന്നിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. അപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് എനിക്ക് ഈ ഡൗട്ട് ഉള്ളൂ. ഈ പേടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്ന് ഷറഫുദ്ദീനെ കാണേണ്ട കാര്യമില്ല. ഷറഫുദ്ദീൻ TV-യിൽ വരുമ്പോ കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആർക്കോ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അത് പക്ഷെ എനിക്കിപ്പോ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത്രയും നാള് ലീഡ് റോൾസ് ചെയ്തതിൽ ഏറ്റവും നല്ല കളക്ഷനാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഇപ്പോഴും ആ വിഷമം മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാവരുടെയും എൻ്റെ ഫേവറേറ്റ് പടങ്ങൾ പലരും പറയുന്നത് 40-45+ അല്ലെങ്കിൽ 50+ ഉള്ള പലരും പറയുന്നത് പ്രിയനോട്ടത്തിൽ എന്നാണ്. അപ്പം പക്ഷെ ഇത് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരു ചിരി നിരാശ എന്നാണ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. അത് തിയേറ്ററിൽ ഒരു പക്ഷേ ഇത് ഗ്രാൻഡ് സക്സസ് ആവുമ്പോഴാണ് ഒരു ആക്ടർക്ക് അതുപോലത്തെ പടങ്ങൾ പിന്നീട് ചെയ്യാൻ പറ്റുക. ഞാൻ വിചാരിച്ചാലും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നെ വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം ഞാൻ ഏകദേശമൊക്കെ കടന്നു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷറഫിനോട് ചോദിക്കുമ്പോഴേ, ഇപ്പം ഒരു മൊമെന്റ് ഇപ്പം അങ്ങനെ വന്നു, നമ്മൾക്ക് ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ അടുത്തേക്ക് വരുന്ന റൈറ്ററും ഡയറക്ടറും നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്, ക്യാരക്ടർ റോള് വലുതാവുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സീനിൽ വന്നു പോയ ഒരാളെ ഒരുപാട് സീനിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരുന്നെന്ന് പിടികിട്ടുമ്പോൾ ആ നമ്മുടെ ഒരു സെൽഫ് ഡൗട്ട് മാറിയിട്ട് അത് ആ സമയത്ത് മാറി. അത് വരത്തൻ സെലിബ്രേറ്റ് ചെയ്തപ്പോ എനിക്കൊരു ക്ലാരിറ്റി ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രോഗ്രാം നടന്നു തുടങ്ങുകയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് ബേസിക്കലി ഞാൻ റോൾ മോഡൽസ് ചെയ്യാൻ പോകുമ്പോൾ ഞാനങ്ങനെ സിനിമ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയുണ്ട് എനിക്കപ്പോൾ. അപ്പൊ പോസ്റ്റ് പ്രേമം കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ സിനിമകളൊക്കെ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചെന്നിട്ട് അൽഫോൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ 1-2 സിനിമ ഭയങ്കര ദിലീപേട്ടനോടുള്ള ഒരു ഇതും കൊണ്ടൊക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റോൾ മോഡൽസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്, ഫഹദും സൗബിനും നായകനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യുന്നത്? അൽഫോൺസ് ഇങ്ങനെ പോയി ചെയ്യടാ, വല്ലതൊക്കെ കണ്ട് പഠിക്കടാ, പോടാന്ന് പറഞ്ഞിട്ട് അത് എന്ന് വെച്ച് ഞാൻ ഈ ഒരു 10-60 ദിവസം വേറെ സ്ഥലത്ത് പോയി അത് അഭിനയിച്ച് വേറെ ക്രൗഡിലേക്ക് ചെല്ലുക, അതൊക്കെ എനിക്കൊരു മടി. പക്ഷെ ഞാൻ അങ്ങനെയാണ് റോൾ മോഡൽ. പക്ഷെ റോൾ മോഡൽസിലെ ഇവരുമായിട്ടുള്ള ഒരു സൗഹൃദം ഇവരുടെ ഒരു ഇതിലുള്ള ഫോക്കസും ഫഹദ് വിനായകൻ ഇവരൊക്കെ ഇതിൽ പിടിക്കുന്ന പിടുത്തമൊക്കെ കാണുമ്പോൾ നമ്മളും അതിലൊക്കെ ഇതെന്താ ആ ഒരു സാധനത്തിലേക്ക് നമുക്കും തോന്നി. പ്രത്യേകിച്ച് ഫഹദായിട്ട് അപ്പോഴാണ് കൂടുതൽ കമ്പനി ആവുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചിന്തകളിൽ ഒരു മാറ്റം വന്നു. എന്റെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടി ഇതാണെന്നല്ല, ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഞാനത് ഫിറ്റ് ആണോ എന്നുള്ളതാണ്. അതല്ലാതെ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവ് വരുമ്പോ അത് ടൈമിങ്ങിൽ ഭയങ്കര ഫാക്ടറുള്ള സിനിമയാണ്. അതായത് ഈ പറയുന്ന നായക കഥാപാത്രത്തിന്റെ ടൈമിങ് ഭയങ്കര ഫാക്ടറാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ അതിൽ സീരിയസ് ലെയർ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഹ്യൂമറിലൂടെ ട്രാവൽ ചെയ്യണം, ഒരു ചിരി വിട്ടുപോകരുത്, പിടി വിട്ടുപോകരുത്, എന്റെ ചരട് വിട്ടുപോകരുത് എന്ന് പറഞ്ഞ സിനിമയാണല്ലോ. ഞാനിതില് ആദ്യം ഇത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഞാനല്ലത്, അത് വേറെ പ്രൊഡക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായി. അപ്പൊ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞേട്ടാ, ഞാൻ കുറച്ചതിൽ കോ പ്രൊഡക്ഷൻ ആവും, ലൈക്ക് എന്റെ സാലറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനും അതിനെ ഒരു ഹെൽപ്പ് ചെയ്ത് പിടിക്കാന്നുള്ള രീതിയിൽ പ്രണീഷ് ഒരു കോ പ്രൊഡക്ഷൻ ഒക്കെ അറേഞ്ച് ചെയ്ത് ഒരു ദിവസം ഇത് അനൗൺസ് ചെയ്യാനുള്ള ഒരു ഡേറ്റിൽ ഇത് പെട്ടെന്ന് ഈ കോ പ്രൊഡക്ഷൻ അതിൻ്റെതായ റീസൺസ് കാരണം കൊണ്ട് പെട്ടെന്ന് മാറേണ്ടി വന്നു. അപ്പൊ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വന്ന ഒരു ടീമൊക്കെ ആയി, കുറച്ച് പിള്ളേര് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയി, എല്ലാവരും വർക്ക് ചെയ്തു. ഇന്ന് അനൗൺസ് ചെയ്യുന്ന ആളെ അനൗൺസ് ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് ആളായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു പോയ ദിവസം തന്നെ അത് ക്യാൻസൽ ആയി. ഏറ്റവും മോശം
അവസ്ഥയാണ്. ഒരു അതെ. സിനിമ ക്രൂവിന് കിട്ടാവുന്ന ഏറ്റവും ബാഡ് ന്യൂസ് ആണ്. ഇത് വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഡ്രോപ്പ് ആകുമെന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ അതിന്റെ ഒരു പുറകില് എപ്പോഴോ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് കണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, ഞാൻ കുറച്ചൊക്കെ ബ്രോ അത് ചെയ്യൂ, ഞാൻ നോക്കാം, നമുക്കത് പിടിക്കാന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു സപ്പോർട്ടും കിട്ടിയപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഉം. അല്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. പക്ഷെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് എൻ്റെ 100% ഇട്ടിട്ടുണ്ട്. ഉം. ഉം. അതാണ് എന്താ പറയാ, അത് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ ആ സിനിമേനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് ഡൗട്ട് അടിച്ചിട്ടില്ല ആ സമയത്ത്. ഇപ്പൊ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ എല്ലാ ആക്ടേഴ്സും ഇപ്പൊ നമ്മളറിയാം വില്ലൻ റോളിൽ നിന്ന് സൈഡ് റോളിൽ നിന്ന് ലീഡ് റോളിലേക്ക് വന്നിപ്പം അത് മോഹൻലാൽ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രാധാന്യം കുറഞ്ഞതും പ്രാധാന്യമേറിയതായിട്ടുള്ള റോളുകൾ മാറി മാറി ചെയ്തിട്ടാണ് ലീഡ് ആക്ടേഴ്സ് ആയിട്ട് വരുന്നത്, മമ്മൂക്കി അടക്കം. പക്ഷെ എപ്പോഴും ഒരു ആക്ടർക്ക് ഞാനൊരു ബാങ്കബിൾ ആക്ടർ ആവണം, അല്ലെങ്കിൽ അയ്യോ നിന്നെ വെച്ചിട്ട് നമ്മളൊരു പടം ഇപ്പം കാന്താര പോലത്തെ ഒരു പടം ഒരാൾ ചിന്തിക്കുമ്പോൾ ഈ കാന്താരയിലേക്ക് ഞാൻ ബാങ്കബിൾ ആവോ എന്ന് ഋഷഭ് ഷെട്ടി പോലും സംശയിച്ചൊരു മൊമെന്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു മൊമെന്റ് അതൊരു മൈൽ സ്റ്റോൺ ആയതിനു ശേഷമാണല്ലോ അടുത്ത പടം ചിന്തിക്കുക. ഇപ്പം ഷറഫിന്റെ കാര്യത്തിലും ഷറഫ് കേട്ട പല കഥകളിലും പല തീമും പല സിനിമയും ചെയ്യുമ്പോൾ ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റിലേക്ക് ഒരു പ്രൊഡ്യൂസർ വരുമോ, അല്ലെങ്കിൽ ഷറഫ് ലീഡ് ആവുന്ന സമയത്ത് ആ സിനിമ ഓൺ ആവുന്നതിൻ്റെ ടാസ്ക് ഒക്കെ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ടാവില്ലേ? പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഡയലോഗ് ഈ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട്, ഒരു ഷറഫ് പടത്തിന് നമുക്ക് ഇത് പോരെ, ഒരു ഷറഫുദ്ദീൻ പടത്തിന് നമുക്ക് അത്ര കൊടുത്താൽ പോരെ, ഈ ഒരു ഷറഫ് അത് ഞാൻ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പോൾ അത് ഓക്കെ, അതങ്ങനെ നടന്നു. അപ്പൊ ഞാൻ ഒരു ഷറഫുദ്ദീൻ പടത്തിന് മാക്സിമം ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ഡിറ്റക്റ്റീവിന്റെ റിയാലിറ്റി. ആക്ച്വലി സിനിമയാണ്. അപ്പൊ സിനിമയുടെ അകത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു സീൻ അന്നാ പിന്നെ അത് അവിടെ എടുക്കുക, അപ്പൊ പിന്നെ അതിന്റെ ഒരു സേവ് ചെയ്യാലോ എന്ന് പറയുന്നിടത്ത് എന്താണ് ആ സീനും എന്താണ് ആ ഓഡിയൻസിന്റെ ആ ടൈമിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു എന്റർടൈൻമെന്റ് സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ആ സീനിനെ രക്ഷപ്പെടുത്തി നമ്മൾ പോവുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന കാര്യം, അൽഫോൺസ് ഒരു നെയ്മീന്റെ കാര്യത്തിൽ പ്രേമത്തിന്റെ സമയത്ത് ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചാൽ അത് ഒരു പ്രശ്നമല്ല, എന്നാൽ പോലും എനിക്ക് അവിടെ നെയ്മീൻ വേണം എന്ന് പറഞ്ഞ നെയ്മീൻ വേണം, അവിടെ ചൂര കൊണ്ടുവരരുത്, കേര കൊണ്ടുവരരുത്, ഒന്നും കൊണ്ടുവരരുത്, നെയ്മീൻ തന്നെ ആയിരിക്കണമെന്ന്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഷേപ്പിൽ കട്ട് ചെയ്തൊരു നെയ്മീൻ വരുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് നെയ്മീനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വിവരമുള്ള കുറെ പേര് നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവില്ല ഇതൊരു പറ്റിക്കലാണ്, എന്തിനാ അത് ചെയ്യുന്നത്, അതുപോലെ നെയ്മീനില്ല, അത്ര വലിയ ചിലവൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു ലോജിക്ക് പുള്ളി നമ്മളെയും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പുള്ളിയുടെ സ്കൂളിൽ നിന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ആ ഒരു കാര്യം നമുക്ക് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് തന്നെ കണ്ടിട്ടുണ്ട്. സിനിമ രക്ഷപ്പെട്ടാൽ സംസാരിക്കാം എന്നുള്ളതല്ലാതെ ഇതെപ്പോഴും ഐഡിയലി ഞാനൊരു ഫുൾ ടൈം പ്രൊഡ്യൂസർ ആവുക എന്നുള്ള പ്ലാൻ ഇല്ല. പക്ഷേ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ അപ്രോച്ച് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ എനിക്കറിയാം, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ കേരളത്തിൽ പല സ്ഥലത്തുള്ള തിയേറ്ററിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് പടം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മുഖത്ത് നിന്ന് തന്നെ അവരുടെ റെസ്പോൺസ് ഒക്കെ കാണാനുള്ളത്. ശരിക്ക് ഇനിയൊരു പടം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പൊ എല്ലാവരും നേരിടുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലായിരിക്കും, എന്നാൽ പോലും ഈ പറഞ്ഞ തിരസ്കരിക്കപ്പെടലുണ്ടാവാം, അല്ലെങ്കിൽ മാറ്റി പലതരം, അത് എല്ലാ ആക്ടേഴ്സും ഫേസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും. ഷറഫുദ്ദീൻ ഇപ്പം ഷറഫുദ്ദീനെ ലീഡായിട്ട് ആലോചിച്ചിട്ടുള്ള പടം തന്നെ മറ്റൊരു ആക്ടറായിട്ടാണെങ്കിലും വയബിൾ ആവുക എന്ന് വെച്ച് മാറ്റിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടൊരു പടം ആലോചിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് പോവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സെലക്റ്റീവ് ആവാൻ, പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കൂടി കുറച്ചുകൂടി പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി സെലക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ഞാൻ പൊതുവെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഈ സിനിമ വർക്കാവുന്ന വിശ്വസിക്കുന്ന 100%. എന്റെ ശമ്പളത്തിന് വേണ്ടി ഞാൻ ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കാനുള്ള ആ സമയത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല. അത് EMI പ്രൊജക്ടുകൾ ഭയങ്കര അങ്ങനത്തെ ഒരു പരിപാടിയെ പിടിച്ചിട്ടില്ല ഞാൻ ലീഡിൽ. ഓക്കെ, പക്ഷെ നമ്മൾ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇൻകത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും ഈ ലീഡ് റോൾ ഒരു പ്രൊഡ്യൂസർക്ക് ഞാൻ പണി കൊടുത്തിട്ടില്ല ആ രീതിയിൽ. ആ പടത്തിൽ എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്നെക്കാളും വിലയുള്ള ആരെങ്കിലും ഉണ്ടോ ആ പടത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് ഓക്കെ, ചിലപ്പോൾ ലീഡ് ആണെങ്കിൽ ആ ഡയറക്ടറോ അല്ലെങ്കിൽ ഇവർക്ക് ഇതിന്റെ ബിസിനസ് ചെയ്ത് ഇതിന്റെ പൈസ തിരിച്ച് മേടിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതിൽ ടെൻഷൻ ഇല്ല, അത് ഓക്കെ ആയിരിക്കും. അല്ലാതെ ഞാൻ എൻ്റെ മാത്രം ഇതിനു വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോൾ
സെന്നയുടെ പടം ചെയ്യാൻ പോകുമ്പോൾ 1947 വൈറ്റ് ഓൾഡോ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, കുറേ കാലമായിട്ടുള്ളതാ. ഞാൻ അവനോട് പറഞ്ഞു നീ പടത്തിന് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, അവര് ഒരു തിങ്കളാഴ്ച വിഷയം പോലെ ഒരു ഭയങ്കര ഇൻഡി അവർ ഹോംലി ആയിട്ടൊരു പടം ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെന്നിറങ്ങി. ഞാനോ അവർക്ക് പുതിയതായിരിക്കും, പിന്നെ എൻ്റെ സെറ്റപ്പും കൂടി അവർക്ക് മൊത്തത്തിൽ പുതിയതാവണ്ടല്ലോ. അപ്പൊ ഞാൻ അവരോട് ചേരാൻ വേണ്ടി തന്നെയായിട്ട്, അവരുമായിട്ട് കൂടാൻ വേണ്ടി തന്നെയായിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അങ്ങനെ സിനിമയിൽ അങ്ങനെ ചേരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റഹ്മാൻ ബ്രദേഴ്സ് അടക്കമുള്ളവരുടെ കൊളാബറേഷൻ ഉണ്ട്. അവരുടെ അടുത്ത് മുന്നിൽ പോയി നിന്നിട്ട് നമ്മൾ കാണിക്കുന്നത് അവന്മാര് കൊല്ലുക, അറക്കും അവന്മാര്. അപ്പം തീർച്ചയായും നമ്മുടെ പല സ്റ്റാർ, പല കൊമേഴ്ഷ്യൽ സൈഡ് ഓഫ് സിനിമ എന്നൊക്കെ പറയുന്നവരുടെ അവരവിടെ നടക്കും. നമ്മൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഷർഫ് ഇതൊക്കെ ഒരു പ്രശ്നമാണോ, സിനിമയിൽ ഇതൊക്കെ പ്രശ്നമാണോ, അവരുടെ ഡൗട്ടേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളത് ഭയങ്കര ഗുണമാണ്. നമ്മൾ തിരുത്തപ്പെടാറുണ്ട് പലപ്പോഴും. മറ്റൊരു തരത്തിൽ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 3-4 പടങ്ങളിൽ തുടർച്ചയായിട്ട് ലീഡ് ആക്ടറായിട്ട് അങ്ങനെ ഒരു സക്സസ് ഗെയിൻ ചെയ്തു പോകുന്നവർ പോലത്തെ വ്യത്യസ്തമായിട്ട് ഇത് രണ്ടും മാറി മാറി ക്യാരക്ടറുകൾ മാറി മാറി ചെയ്തിട്ട് ഒരു പക്ഷേ ഈ നേരത്തെ മറ്റു പ്രൊഡ്യൂസേഴ്സ് ഈ ബജറ്റ് ഷറഫുദ്ദീനെ കൊണ്ട് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഷറഫുദ്ദീൻ പടത്തിന് പറ്റില്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊരു പടത്തെ ഷറഫുദ്ദീൻ ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്തിട്ട് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ, ഞാൻ ഒരു പ്രൊഡക്ഷനിൽ തിയേറ്ററിൽ എത്തിക്കുന്ന സമയത്ത് അത് ശരിക്കും ഒരു ഭയങ്കര മോഡലാവുന്നില്ല. നിങ്ങൾക്കൊരു കണ്ടന്റിൽ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റിൽ ഒരു ഫിലിം മേക്കറിൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാന്താരി ഉണ്ടായേക്കാം, ലോക ഉണ്ടായേക്കാം, തൊഴിലുണ്ടാക്കാം, എപ്പോഴും ഒരു വലിയൊരു മാസീവ് പടം എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ഒരു സ്റ്റാർ, ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ഡ്രിവൺ അല്ലാത്തൊരു സക്സസും പോസിബിൾ ആണ് ഇൻഡസ്ട്രിയിലേക്ക് ഡെലിവർ ചെയ്യുന്നില്ല അല്ലേ? ആക്ച്വലി എനിക്ക് തോന്നുന്നു പെറ്റ് ഡിറ്റക്റ്റീവിന്റെ കാര്യത്തിൽ അതിന്റെ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ സിനി ഫയൽസ് ആ ക്രൗഡിന്റെ ഇടയിൽ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അതിനൊരു ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ അതിൻ്റെ അമേവാഗിന്റെ കഥാപാത്രമുണ്ട്. അമേവാഗിന്റെ കഥാപാത്രത്തിന്റെ ഒരു അമേവാഗിനെ നമ്മൾ അമേവാഗിനെ പോലെ ഒരു മറാഠി അയാള്, എനിക്ക് തോന്നുന്നു അയാൾ നമ്മുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് ബെസ്റ്റ് ആക്ടർ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, മറാഠി. അപ്പൊ അയാള് ചെയ്തു പോയ ക്യാരക്ടറിൽ നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോൾ നമുക്ക് വയലൻസ് പ്രോബ്ലങ്ങൾ ഉണ്ടാകും. അപ്പൊ എനിക്കിതിന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടണം. യു സർട്ടിഫിക്കറ്റ് കിട്ടാതെ പറ്റില്ല. അപ്പൊ നമ്മള് ടീസർ ആദ്യം ഒരെണ്ണം ചെയ്തിട്ട് അത് കൊടുത്തപ്പോൾ അതിന് UA വന്നത്, ടീസർ UA ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ആകെ പ്രശ്നത്തിലായി. അപ്പം ഇതെങ്ങനെ യു സർട്ടിഫിക്കറ്റ് വാങ്ങി, അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അപ്പൊ യു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ അമേവാഗിന്റെ ഏരിയയിലുള്ള കുറച്ച് വയലൻസ് അങ്ങ് വെട്ടി. കാര്യമായിട്ടുണ്ടായിരുന്ന എന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറയുന്ന ഓഡിയൻസിലേക്ക് കൊടുക്കണമെങ്കിൽ ഇത് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി പ്രശ്നം വന്ന്, അത്രയ്ക്കും ഞങ്ങൾ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് ചിന്തിച്ചേണ്ടത് അല്ല. ഞങ്ങളിത് ആലോചനയിൽ തന്നെ, അതായത് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ടൈറ്റിൽ അല്ല, ആലോചനയിൽ തന്നെ നിങ്ങൾ ഇത് കുട്ടികൾ കയറേണ്ട, കുട്ടികൾക്ക് അതെ ആ ഡിസൈൻ നമുക്ക് ഉള്ളതാണ്. കുട്ടികൾ എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ വണ്ടർല ആണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിൽ അതുള്ളതാണ്. പക്ഷെ അവര് കാണുമ്പോൾ അവർ കാണുന്ന കണ്ടന്റുകൾ, ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ പിള്ളേർ കാണുന്ന കണ്ടന്റുകൾ ഞാനും കാണുന്നുണ്ട്. അവർ കാണുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ അത് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പല കണ്ടന്റുകളാണ് അവർ കാണുന്നത്. അപ്പം അത്ര എത്തിയില്ലെങ്കിലും നമുക്കും അവരുടെ അടുത്ത് കൊടുക്കുന്ന ഒരു കണ്ടന്റിന് ഒരു ഒരു രസമുള്ള കണ്ടന്റുകൾ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് വിനായകൻ സ്നൂക്കർ കളിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ആ മീറ്റിംഗ് നടത്താമായിരുന്നു. ഗോൾഫ് കോഴ്സിൽ അത് ഇടയ്ക്ക് പറയുന്ന കാരണം ഗോൾഫ് കോഴ്സ് ആണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ കോസ്റ്റ് വന്ന ഷൂട്ട്. റെന്റ് ചെയ്തു, അതിന്റെ കൂടെ മഴയും വന്നു. പെർ അവർ ആയിരുന്നു. അപ്പം ഭയങ്കര ഞങ്ങൾ 3 മണിക്കൂറിന് കയറിയിട്ട് 8 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്നു. ഈ ഇതിനിടയിലും മറ്റു പടങ്ങൾ ചെയ്യുമല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പ്രൊഡക്ഷൻ, ഞാൻ പറഞ്ഞ നേരത്തെ റഹ്മാന്റെ ഇതുണ്ട്, എന്നാൽ പോലും ഒരു സോളോ പ്രൊഡക്ഷനിൽ വന്നൊരു സിനിമ അത് ഡിലേ ആവുന്നു എന്നുള്ളത് അതൊരു ട്രോമ കൂടിയാവുമല്ലോ. ഓരോ സ്ഥലത്തും എന്തായി ഷറഫ് ചെയ്ത് പെറ്റ് ഡിറ്റക്റ്റീവ് അതെവിടെയാണ് എന്ന് ചോദിക്കുന്നത്. അത് ചോദിക്കാറുണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ആക്കിയിട്ടില്ല. തലയിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഞാനിപ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ല. അത് പെറ്റ് ഡിറ്റക്റ്റീവ് ചിലപ്പോൾ 1-2 മാസം ഡബ്ബ് തുടങ്ങാനോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത സ്റ്റേജ് കഴിയാനോ
ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പോയി ഒരു പടം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ബാക്കി പരിപാടി തീർക്കാൻ. പക്ഷെ അതിൽ ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചെന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഈ ചോദ്യം ചോദിക്കണമല്ലോ, അവര് കാണുമ്പോൾ എന്റെ അടുത്ത് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ വിശേഷം ചോദിച്ചാൽ ഓക്കെ സന്തോഷം, പെറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് അറിയാലോ, അറിയാലോ, ഡിസ്കഷനിലുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഭയങ്കരമായിട്ട് കുറെ ഫണ്ട് ഉണ്ടായിട്ട് എന്റെ ഒരു സൈഡിൽ എന്റെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി ഒന്നും ഞാൻ സിനിമ ചെയ്യാൻ ഇറങ്ങിയതല്ല. എന്റെ കയ്യിൽ സിനിമയിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസ ഉണ്ടാവും, കുറച്ച് കിട്ടാനുണ്ടാവും, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പരിപാടി ഓപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ടെക്നിക്കലി എനിക്ക് 1-2 സിനിമ ആ സമയത്ത് കിട്ടിയ സിനിമകളുടെ പൈസ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ശരിക്കും, മറ്റു സെറ്റിൽമെന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിലെനിക്ക് വലിയ പ്രശ്നം തോന്നുന്നുള്ളത്, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, അത്ര കാശൊന്നും ഇതായിട്ടുള്ള ആളല്ല, നമ്മളുള്ള പരിപാടി വെച്ച് റോൾ ചെയ്തു. പക്ഷെ അത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ സിൻസിയർ ആയിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഞാൻ ഈ ടെക്നീഷ്യൻസിനെല്ലാം ഒന്ന് ചിരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും സംസാരിച്ചു പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവര് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പിന്നെ ഷറഫ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് വിട്ടുകൊടുക്കാൻ റെഡിയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് അതിന്റെ DOP ആണെങ്കിലും സൗണ്ട് ചെയ്ത ആളാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും അവരെന്താണോ ആഗ്രഹിക്കുന്ന ആ പെർഫെക്ഷൻ അതിന് വരുത്തണം എന്നുള്ള രീതിയിൽ അത് അർഹിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഷറഫ് അഭിനയിക്കുന്ന മറ്റു സിനിമകൾക്ക് പോലും ചിലപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ കിട്ടണം എന്നില്ലല്ലോ. ഇല്ല, അതെന്താ അങ്ങനെ ഒരു തോട്ട് എല്ലാത്തിലും വരുന്നത്? ഒരു എവിടെയെങ്കിലും ഒരു പിടുത്തം വേണ്ട എന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടായിരുന്നു? അത് പ്രണീഷും കൂടി അതിൽ നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് ഈ ടെക്നീഷ്യൻസ് വേണം ഈ പടത്തിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാനിലുള്ളതാണ്. അപ്പൊ അവർ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും അതിന്റെ ഏറ്റവും ബെസ്റ്റിനെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വിഷ്ണു ഓക്കെ കാലങ്ങളായിട്ട് ഫ്രണ്ട്, രാജേഷ് മുരുകേഷൻ ഓക്കെ, അഭിനവ് ആദ്യമായിട്ടാണ്. ഇപ്പൊ ശ്രീക്കായിട്ട് എനിക്ക് അങ്ങനെ ഇതില്ല, ആനന്ദിനെ എനിക്ക് അറിയാം, ഡെഫിനറ്റ്ലി ആനന്ദിനെ കുറിച്ച് കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ അഭിനവ് ഇതില് അഭിനവ് എടുത്ത പല തീരുമാനങ്ങളും ഭയങ്കര ഇതായിരുന്നു, എന്താ പറയാ, മുറികൊണ്ടിട്ടുണ്ട്, പല മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ അതില് ഞാൻ അഭിനവിന്റെ കൂടെ തന്നെ എപ്പോഴും നിന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, പുള്ളി സെറ്റ് ചെയ്ത് പേസ് ഈ പടത്തിന് ഗുണകരമാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നു. കാരണം പുള്ളി സെറ്റ് ചെയ്തൊരു സെറ്റപ്പ് ഉണ്ട്, അത് പ്രണീഷും അതിന്റെ കൂടെ തന്നെയാണ് 100%. ഞാനും ഡയറക്ടറും രണ്ട് പ്ലേറ്റിലായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഞാൻ അയാൾ ഒരു പ്ലേറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സിനിമയുടെ കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അവർ ചെയ്തു തരുന്നതെന്ന് അവരുടെ ഏറ്റവും നല്ല ഔട്ടിനെ തന്നെ മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച്. അതിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ശരിക്കും നമ്മളുടെ വീഗാലാൻഡിലൊക്കെ ഒരുപാട് സീൻ ഡിലീറ്റ് ആയിട്ടുണ്ട്, വണ്ടർല ഡിലീറ്റ് ആയിട്ടുണ്ട്, പല സ്ഥലത്തും പല സീനുകൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, ഇത് അല്ല പലതും നമ്മൾ എഡിറ്റിങ്ങിന്റെ പുറത്തുള്ള ഒരു സാധനം പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വലിയ വിലയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല അതിൽ. അയ്യോ എന്ന് പറയാ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ക്യാമറ ഇല്ലേ, ഫാൻറ്റം ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്താ പറയാ, അത് വെച്ചെടുത്ത 3 ദിവസം കൊണ്ടുവന്നു. അതാണല്ലോ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറ. ഫാൻറ്റം വരിക എന്നൊക്കെ പറഞ്ഞ പണ്ട് ഞാൻ സെറ്റിലേക്ക് ഫാൻറ്റം വരിക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം ഇറങ്ങുവാണ്. എന്റെ സെറ്റിൽ 3 ദിവസം ഫാൻറ്റം അവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ ഫാൻറ്റം വെച്ച് ഷൂട്ട് ചെയ്ത് എടുത്തു വെച്ച കണ്ടന്റ് അഭി വെട്ടി. ഞാൻ പറഞ്ഞു ആ ക്യാമറമാന്റെ സന്തോഷത്തിന് വേണമെങ്കിൽ പറഞ്ഞു വിടാട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, അത് അവിടെ അത്രയും നേരം പോണ്ടെന്നുള്ള അപ്പൊ അയാൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അയാൾ ഭയങ്കര ഹാപ്പി എഡിറ്റിൽ നിൽക്കും. അപ്പൊ അയാളൊന്നും ഞാൻ ഒരു കാലത്തും ഒരു രീതിയിലും ഒരു സാധനം ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അബിയുടെ അടുത്ത് ഒരു സാധനം വേണം, പിന്നെ ലോജിക്ക് വേണം എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി മീറ്റിംഗ് നടത്തിയിട്ട് അബിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അബിക്ക് അത് കൃത്യമായിട്ട് കൊടുത്താണ് നമ്മളത് മേടിച്ചോണ്ടിരുന്നത്. അത് ഇപ്പൊ ആനന്ദും ശ്രീക്കും കളർ ഗ്രേഡ് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു ഡിസിഷൻ അവരുടെ ആയിട്ട് ഞാൻ വിട്ടു. ഇപ്പൊ ആനന്ദ് ആ ഗ്രേഡ് ഇപ്പോൾ ചില തിയേറ്ററുകളിൽ കുറച്ച് ലൈറ്റ് കുറവാണെന്ന് പറയുമ്പോൾ നല്ല തിയേറ്ററുകളിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടത്. ഭയങ്കര വ്യത്യസ്തമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഗ്രേഡിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആനന്ദിന്റെ അടുത്ത് ഞാൻ ഒന്നും പറയാനില്ല, ആനന്ദിന്റെ പ്ലാനിൽ ഞാൻ കൊടുക്കാറുണ്ട്. വിഷ്ണുവിന്റെ അടുത്ത് രാജേഷിന്റെ അടുത്ത് ഞാൻ രാജേഷായിട്ട് ഞാൻ പിന്നെയും കുറെ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. രാജേഷായിട്ട് കുറച്ചും കൂടി പാട്ടിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി സംസാരിക്കുമായിരുന്നു. എന്താ പറയാ, രാജേഷ് പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ രാജേഷിനൊരു പറ്റിയ കമ്പനി ആയിട്ടാണ് ഞാൻ അതിരീനെ ഇട്ട് കൊടുത്തത്. അതിരി ഒരു 12 ദിവസം പോയി രാജേഷിന്റെ കൂടെ താമസിച്ചു. ഇങ്ങനെ എന്താ പറയാ, പടയെന്ന് പറഞ്ഞ പാട്ടുകൾ അവിടെ നിന്ന് ഉണ്ടായി വന്നു. അത് മൊത്തത്തിൽ ഭയങ്കര അതിരി 5 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിരി ആ പാട്ടുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഒരു വേറെ രീതി നോക്കിയാൽ നിങ്ങളുടെ ഒരു പ്രേമം ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു രാജേഷ് മുരുകേശൻ. ഒരു സമയത്ത് എവിടെ രാജേഷ് മുരുകേശൻ എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ പുള്ളിക്കൊരു വലിയൊരു മാസീവ് കംബാക്ക് ഉള്ളൊരു
ഹിറ്റ് ട്രാക്ക് ഇല്ലാതെ വരുന്നു. ഉം. അവിടെ നിന്ന് ഈ പടം വരുമ്പോൾ ഇതെല്ലാം, അതായത് അതെ. ഈ സിനിമയ്ക്ക് പുറത്തുണ്ടാക്കിയ ഒരു ഹുക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു അതെ ഹുക്ക് സോങ് പോലും സിനിമയ്ക്ക് അതെ, പുറത്തുള്ളത് പോലും വർക്കായിട്ടുള്ള ഒരു സംഗതി. അതെ പ്രൊമോ സോങ്. അതെ. അത് അല്ലെ രാജേഷിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഇല്ല എനിക്ക്. രാജേഷ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ രാജേഷാണ് ഇതിന്റെ ആദ്യത്തെ തീം ട്രാക്ക്, ഇന്റർവെലിന് മുമ്പുള്ള ആ തീം ട്രാക്ക് രാജേഷ് ആദ്യമേ തന്നു. ഞങ്ങൾ എല്ലാവരും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാക്ക് ചെവിയിൽ വെച്ചിട്ടാണ് എല്ലാവരും ഷൂട്ട് ചെയ്തത്. ആനന്ദ് എല്ലാവരും ഇതിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പടം ഷൂട്ട്, ആ പടത്തിന്റെ പേസ് ഒക്കെ സെറ്റ് ചെയ്തത് ശരിക്കും ഒരു പക്ഷേ രാജേഷ് തന്ന മ്യൂസിക്കും കൂടി അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിരുന്നു പടം. അപ്പൊ ആകെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു റിസ്ക് ഉണ്ടായിരുന്നു. ഒരു റിസ്ക് അല്ല, ഇതിൽ റിസ്ക് ഉണ്ടായിരുന്നു. ഈ പടത്തിൽ റിസ്ക് ഉണ്ട്. ചിലപ്പം നമ്മൾ പറയില്ലേ ഈ പടം ഇത്ര ബഡ്ജറ്റിലാണെങ്കിൽ ഓക്കെ ആണ്, നമ്മൾ അതിൽ 100% സേഫ് ആവുന്നത്. അങ്ങനെയല്ലായിരുന്നു. അതിലൊരു 50% സേഫ് അല്ലായി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബഡ്ജറ്റ്, അത് അങ്ങനെയുള്ള ബഡ്ജറ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ കുറ്റം പറയും എന്തുകൊണ്ടിട്ടാ എന്ന് ചോദിക്കും ഉറപ്പായിട്ടും. അപ്പൊ അതും കേൾക്കാൻ ചിലപ്പോൾ നമ്മൾ തയ്യാറായിട്ടായിരിക്കും ഇതിലേക്ക് ഇറങ്ങി. ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം ഷറഫ് ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ്, ഇപ്പൊ ആലുവ എന്ന് പറയുന്നത് നിങ്ങളൊരു ടീമിന്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിലും ഷറഫ് ഒരു ഇൻഡിവിജ്വൽ ജേർണി പാരലൽ നടത്തുന്നുണ്ടല്ലോ ആക്ടർ എന്നുള്ള രീതിയിൽ. ഷറഫ് എപ്പോഴാണ് ശരിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്? എപ്പോഴാണ്? ഇപ്പം അൽഫോൺസിന്റെ ഒക്കെ മുന്നിലേക്ക് തന്നെ ഒരു ഫിലിം ആക്ടറാണ്, ചിലപ്പോൾ ഫിലിം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. തിയേറ്ററിന്റെ ചുറ്റുവട്ടത്ത് തന്നെ താമസിച്ച ആളാണ്. ഫിലിം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവാം, ചില ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവാം. ഷറഫ് നന്നായി വായിച്ചുകൊണ്ടിരുന്ന ആളാണ്, വായിച്ചോണ്ടിരിക്കുന്ന ആളായിരിക്കും, പാസ്റ്റ് ആണ്. അപ്പോ ഇത് എന്താണ് അതിലൊരു കോർ ഇൻഫ്ലുവൻസ് ഫാക്ടർ? എനിക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല. ഞാൻ ചിരിപ്പിക്കുമായിരുന്നു എല്ലാവരും. ഓക്കെ, അത് ഒരു കാര്യമാണ്, അത് റിയാലിറ്റിയാണ്. അപ്പോ പക്ഷെ എനിക്ക് പേഴ്സണലി ഞാനൊരു കാലഘട്ടത്തിൽ ഒരു 2-3 വർഷം കാലഘട്ടത്തിൽ കുറേ പുസ്തകങ്ങൾ വായിച്ചു. ഒരു ട്രെൻഡ് പോലെ ഞാൻ കുറച്ച് പുസ്തക അടിമയായി മാറിയായിരുന്നു. കുറെ പുസ്തകങ്ങൾ, കുറെ ഫിക്ഷൻ തന്നെ വായിച്ചിട്ടുണ്ട്. അത് വായിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ സിനിമ, അതൊക്കെ നമ്മുടെ ടീനേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സമയത്തൊന്ന് കയറുന്ന സമയത്താണല്ലോ, 20-22കളിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ കിട്ടിയ കുറെ സിനിമകളും എനിക്ക് കുറച്ച് അപ്പോൾ കണ്ട സിനിമകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇതായത്. അപ്പം എൻ്റെ തലയിലും ഇതുണ്ട് സിനിമ. ചിലപ്പോൾ ഞാൻ സിനിമ എഴുതുമായിരിക്കും, ചിലപ്പോൾ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെ ഉള്ള തലയിലുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ ഈ സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിലാണ് 12th പഠിക്കുന്ന സമയത്ത് 10-15-16 വയസ്സിലുണ്ട്. 15 വയസ്സിലൊക്കെ എനിക്ക് തോന്നുന്നു കിച്ചുവും ഞാനും അപ്പുറത്തും ഇപ്പുറത്തേക്കും കോംപ്ലക്സ് ക്ലാസ്സിലാണ്. അപ്പം ഒന്നിച്ച് പഠിച്ചാണ്. അപ്പം ഞങ്ങൾ കണക്റ്റഡ് ആവുന്നത് പോലും എന്താ പറയുക, ഞാൻ ഡയറക്ടറും നീ നടനുമാവും എന്ന് പറയുന്ന ഒരു കണക്ഷന്റെ പേരിലാണ്. അത് അവിടെ ഒന്ന് പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് അത് ഞങ്ങൾ കൂട്ടുകാരാണെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു വെച്ചൊരു ഡയലോഗ് അവിടെ കിടപ്പുണ്ട്. പിന്നെ 5-6 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും കിച്ചു അതിന്റെ പുറകെ നല്ല കാര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനും അവിടെ ആ സമയത്ത് തന്നെ ഈ ഗോബൂസിലേക്ക് വരുന്നതും ഇവരെല്ലാം കാണുന്നതും എല്ലാം അത് ഓൾറെഡി അപ്പുറത്തെ സെറ്റ് ആണോ? അൽഫോൺസും ടീമൊക്കെ ഇല്ല, അൽഫോൺസ് ഓൾറെഡി പഠിക്കാൻ പോയിട്ട് എഡിറ്റിംഗ് പഠിക്കാൻ പോയിട്ട് അൽഫോൺസ് നാട്ടിൽ വരുന്ന സമയങ്ങളാണ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. സിനിമ സെറ്റ് ആയിട്ടില്ല. ഞങ്ങള് നിങ്ങളുടെ കിച്ചു, ശബരി, അൽഫോൺസും കൂടിയാണ് ആദ്യം ഇവിടെ ചായക്കടയിലെ കമ്മിറ്റി തുടങ്ങുന്നത്. കമ്മിറ്റി തുടങ്ങുന്ന അവരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂസിൻ ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പക്ഷെ പാരലൽ കമ്മിറ്റികൾ അൽഫോൺസിന് ഉണ്ടായിരുന്നു. അൽഫോൺസിന് ചെന്നൈയിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു, പാരീഷിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ പാരീഷ് കമ്മിറ്റിയിലുള്ളായിരുന്നു നിവിൻ ആൻഡ് സിജു. ഒരു ദിവസം ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യമായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അൽഫോൺസ് വിളിച്ചു വരുത്തായിരുന്നു നിവിൻ ആൻഡ് സിജു. അപ്പൊ നോക്കിയപ്പോ ഞങ്ങൾ ഇപ്പൊ ഈ ചെന്നൈ കമ്മിറ്റിയിലുള്ളവരാണ് വിഷ്ണു, ശങ്കർ, ശബരി ഓൾറെഡി ഇവരുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ച, ശബരി കൂടുതൽ അവിടെയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ മൊത്തം ഗ്യാങ്. പക്ഷെ ആനന്ദ് ഞങ്ങളുടെ കൂടെ ഉള്ള ആളായിരുന്നു. അങ്ങനെ ശരിക്കും ഇതുപോലെ ഇപ്പോഴും സിനിമ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഞാൻ പ്രത്യേകിച്ച് സിനിമയുടെ സൗഹൃദങ്ങൾ എപ്പോഴും പറഞ്ഞേക്കാം, ഈ പാക്കപ്പിന് പിന്നാലെ, പാക്കപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിപിരിഞ്ഞ് പോകുന്നതാണ്. നിങ്ങളുടെ ഭയങ്കര ബോണ്ടിങ് ആയി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അൽഫോൺസിനെ കുറിച്ച് എനിക്കറിയാം, അൽഫോൺസിനെ കുറിച്ചാണ് ഷറഫിനോട് സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ മൊത്തം അൽഫോൺസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. അതായത് അങ്ങനെ അതിപ്പോ നിവിന്റെ അടുത്താണെങ്കിൽ പോലും നിവിൻ അങ്ങനെയാണ് അൽഫോൺസ് പ്ലേസ്. ഓരോ ആള്, നിങ്ങളുടെ ആ ടീമിലുള്ള ഓരോ ആളുകൾക്കും
നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുടെ കാര്യം പറയുന്ന സമയത്ത് അതെ. ഫുൾ അതിലേക്ക് ഫോക്കസ്ഡ്. ഇതിൽ ഈ ആ ഒരു ബോണ്ടിങ്ങിന്റെ കണ്ടിന്യൂറ്റി അത് നിങ്ങൾ ഇങ്ങനെ നിരന്തരം കാണുന്ന, നിരന്തരം സത്യം സംസാരിക്കുന്ന, പറയട്ടെ, ചിലപ്പോൾ അന്ന് ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആളുകളും അല്ലല്ലോ ഇപ്പൊ. അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളിത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു കൊടുത്തോണ്ട് ഞാൻ മിനിയാന്ന് സിജുവായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. ഇതെല്ലാം വേറൊരു വേൾഡില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ സിജുവായിട്ട് വഴക്കിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കിടും, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ കിച്ചു അടക്കം പണങ്ങി അതുണ്ട്, അത് ഇതിലുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ഒരു സ്പേസിൽ ഇരിക്കുന്നു, ഒരു ഒഫീഷ്യലി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ വഴക്കിടുന്നത് പറയില്ല. ഞങ്ങള് വഴക്ക് ഇടാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണും. ചിലപ്പോൾ ഒരു മാസം ഫോൺ എടുക്കാത്തവരുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ചിലപ്പോ നിവിനാണ് എനിക്കൊരു നിവിനൊക്കെ വഴക്കിടും. നിവിനൊക്കെ നേരെ ചോദ്യം ചെയ്യും. അത് എന്താ പറയാ, വഴക്കല്ല, ലൈക്ക് ഫോൺ ചെയ്തില്ലെങ്കിൽ ചോദ്യം ചെയ്യും. നിനക്ക് വിശേഷമൊക്കെ അന്വേഷിക്കണമെങ്കിൽ വിളിച്ചോട്ടണം, ആ സാധനം അതുണ്ടത്. അപ്പൊ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അൽഫോൺസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇടയ്ക്ക് എനിക്ക് അൽഫോൺസിന്റെ എതിരഭിപ്രായം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ അവനോട് പറയാറുണ്ട്. അങ്ങനെ അതൊരു പാരലൽ. പക്ഷെ ഞങ്ങളൊരു കൂട്ടായിട്ട് വന്നു. അതൊരു എന്താ പറയുക, സെൻസേഷണൽ സിനിമയുടെ ഭാഗമായ ഒരു ക്രൗഡാണ് ഞങ്ങള്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും എല്ലാവരുടെ സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ പ്രനീഷ് ഈ കൂട്ടത്തിൽ ആലുവയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പ്രേമം നടക്കുമ്പോൾ പ്രേമം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ള വീട് പ്രനീഷിനെയാണ്. പ്രനീഷ് ഞങ്ങളുടെ പുര എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ വീടിന്റെ അകത്ത് വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഒരാളായിരുന്നു. അതെ. പ്രനീഷ് ഞങ്ങളിപ്പോ ഞാനും അല്ലെങ്കിൽ അൽഫോൺസും ഞങ്ങളൊക്കെ ഇപ്പുറത്തിരിക്കുമ്പോ ഈ പുഴയുടെ അക്കരയില് പ്രനീഷും ഷിനോസും സജാസും ഇരിപ്പുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഈ സൗഹൃദങ്ങൾ നിൽക്കുന്നത്. അപ്പം പ്രനീഷ് ആ കാലഘട്ടത്തിൽ ആൽബം ഒക്കെ ചെയ്തു തുടങ്ങിയതാണ്. ചെയ്യാൻ വൈകി എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. ഈ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ലൈവാണ്. അത് ആക്ച്വലി ഭയങ്കര നന്നായിട്ടും ആക്റ്റീവായിട്ടും നിൽപ്പുണ്ട്. ഒരു ആവശ്യത്തിൽ അത് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന സിനിമകളെ കുറിച്ചൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യം ചെയ്യാൻ, നേരിട്ടൊക്കെ ചോദ്യം ചെയ്യാം, ചിലപ്പോൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തും അതൊക്കെ നടക്കും. അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടോ പ്രേമം? ഉണ്ട്. അല്ലേ, നമുക്ക് പിടിക്കാം, നമുക്ക് വീഡിയോ ഇടയ്ക്ക് അങ്ങനെ റീയൂണിയൻ, പ്രേമം റീയൂണിയൻ നടക്കുന്ന എനിക്ക് തോന്നുന്നു. അത് നടക്കുന്നു. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ എല്ലാം ഒരു സെലിബ്രേഷൻ അൽഫോൺസ് ചെന്നൈയിലോ ഈ വർഷം തന്നെ അല്ലേ? 25 അത് മെയില് നമ്മള് അതും പക്ഷെ വളരെ പെട്ടെന്ന് നിങ്ങൾ സെറ്റ് ചെയ്തതാണ്. എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും വെച്ചിട്ട് സെറ്റ് ചെയ്തു. പക്ഷെ കുറെ കാലം മുമ്പ് നമ്മൾ എല്ലാരും വിളിച്ചു. പക്ഷെ കറക്റ്റ് ഞങ്ങള് പണ്ട് ഇവിടെ മൂന്നാർക്ക് ടൂർ പോകാൻ വേണ്ടി ഗോബൂസ് ഇറങ്ങിയ എല്ലാവരും. അല്ല, സിനിമയ്ക്ക് മുമ്പ് നേരം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പോകാൻ വേണ്ടി എല്ലാവരും ബൈക്കിനാ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ഗോബൂസ് വണ്ടി എടുത്തു. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ ഒരു ബൈക്കിന്റെ പുറകിലേക്ക് ഇരുന്ന് പോവാണ്. അപ്പൊ ആലുവയിൽ മാത കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതയിൽ നിന്ന് നേരെ KSRTC ബസ് റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആലുവ മൂന്നാർ റോഡാണ്. അപ്പോൾ അൽഫോൺസ് വിജയുടെ വണ്ടിയുടെ പുറകിൽ കയറുന്നു. എൻ്റെ വണ്ടിയുടെ പുറകിൽ ബൈക്കാണ് എല്ലാവരും, രാജേഷ്, പിന്നെ അങ്ങനെ 3-4 വണ്ടികളിൽ എല്ലാവരും കയറി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി പോയി ആലുവ മാത കഴിഞ്ഞപ്പോൾ അൽഫോൺസ് മറ്റേ വിജയുടെ അടുത്ത് റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫോൺസ് സ്പോട്ടില് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ അവിടെ എത്തിയപ്പോ മൂന്നാർക്ക് പോകണ്ട അൽഫോൺസ് ഇങ്ങനെ മൂന്നാർ പ്ലാൻ മാറ്റി. അങ്ങനെ മാറ്റിന്നല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ റൂട്ടിൽ നിന്ന് പുള്ളി പെട്ടെന്ന് വീട്ടിൽ കയറി. അപ്പൊ പുള്ളിക്ക് അങ്ങനത്തെ ഒരു കോമഡി പരിപാടി ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പറയാം, അവരെ വിശ്വസിച്ച് പോയ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ മൂന്നാർ പോയായിരുന്നു. അപ്പൊ അൽഫോൺസ് ഇപ്പൊ ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പും ഉണ്ടാവില്ല. പക്ഷെ ഫോണിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സക്സസിൽ പരസ്പരം ഒരു ഭയങ്കര, ഇപ്പം ഞാനിപ്പോൾ അറിയാം, ഇപ്പോൾ ഷറഫിന്റെ കാര്യത്തിൽ, നിവിനാണെങ്കിൽ സിജുവിന്റെ കാര്യത്തിൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞത് ഇതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരല്ലേ ഉള്ളൂ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സൗഹൃദം കൂടിയാണെന്ന് തോന്നുന്നത്. അതായത് ഒരു ഷറഫിന്റെ വിജയം നിവിന്റെ തന്നെ ഒരു സക്സസ് ആയിട്ട്, സിജുവിന്റെ നിങ്ങൾ ആലുവ പാലത്തിൽ സിജുവിന്റെ അല്ലാത്തൊരു പടത്തിന് കൂടി പ്രൊമോഷന് വേണ്ടി അന്നാണ് ഞാൻ വഴക്കിട്ടത്. അവര് കണ്ണിന് വയ്യ. അപ്പൊ അവനെ വിളിച്ചിട്ട് നീ ഒന്ന് വരാൻ പറയുന്നു. എന്റെ കണ്ണിന് വയ്യ, എനിക്കും വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു. ഞാൻ പറഞ്ഞു വച്ചിട്ട് പോണെന്ന് പറഞ്ഞു. വച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ വന്നു. അത് കണ്ണൊക്കെ കുളി ഗ്ലാസ് വെച്ച് വന്നു. റിലീസിന് അന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഷോ നീ പടം കാണാമെന്ന്. എനിക്ക് രാവിലെ സെന്റ് പോൾസിൽ ക്രിക്കറ്റ് വെച്ചിട്ടുണ്ട്.
ഞാൻ വൈകുന്നേരം കണ്ടോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വൈകുന്നേരം കണ്ട, നാളെ കണ്ട, മറ്റന്നാൾ കണ്ട, നീ പടം കാണണ്ടെന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ വൈകുന്നേരം കണ്ടിട്ട് വിളിച്ചു. അതായത് അവിടത്തെ നിങ്ങൾ മറ്റേ ഗോബൂസിൽ തന്നെ നിൽക്കുന്ന സൗഹൃദം. അതെ, ആ സൗഹൃദം തന്നെയാണ് ഇപ്പോഴും. അതിൽ മാറ്റം വന്നിട്ടില്ല. ഒരു മാറ്റം വന്നില്ല, ഒരു മാറ്റം വന്നില്ല. പക്ഷേ എനിക്കൊന്ന് ഈ പടത്തിന്റെ റിലീസ് ടൈമിൽ തന്നെ നിവിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഉണ്ണിസാറിന്റെ പടത്തിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. നിവിൻ പടം കണ്ടോ? കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അവന് മെസ്സേജ് ഉണ്ടായിരുന്നു, അവൻ അയക്കും. ഈ ഇപ്പൊ ഓരോ ഡയറക്ടേഴ്സിലും ഞാൻ പറഞ്ഞത് ഇപ്പം ഷറഫിന് സെൽഫ് ഡൗട്ട് ആവുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലേണിങ്ങും അൺലേണിങ്ങും ഉണ്ടാവുമല്ലോ. ഇപ്പം അമൽ നീരദ് ക്യാരക്ടറാ ബ്രീഫ് ചെയ്ത് പറഞ്ഞു, മിഥുൻ മാനുവൽ തോമസ് വേറെ രീതിയിലാണ്. എങ്ങനെയാണ് ഓരോ ഡയറക്ടേഴ്സിന്റെ ഇൻപുട്ട് ഷറഫിന്റെ ഈ ഒരു ഗ്രോത്തിൽ? ഒപ്പം ഞാൻ പറയാം ഒരു അസാധ്യ കോമഡി ടൈമിംഗ് ഉള്ള രീതിയിലേക്ക് പോകുന്നു. അത് ആർക്കറിയാൻ പോലെ ഭയങ്കര ക്യാരക്ടർ ആർക്കുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരു ഷറഫിലൊരു കോൺഫിഡൻസ് ഓഡിയൻസിൽ തന്നെയുണ്ട് ഷറഫിന് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആക്കുന്നുള്ളത്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൽ ഈ ഡയറക്ടേഴ്സിനും കൂടി റോൾ ഉണ്ടാവുമല്ലോ. ഓരോ ആളുകളുടെയും ശരിക്കുള്ള ബ്രീഫ് എങ്ങനെയായിരുന്നു? ഇപ്പൊ അൽഫോൺസ് ആണെങ്കിൽ ഷറഫിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക ഒരു ക്യാരക്ടർ? അൽഫോൺസ് എൻ്റെ അടുത്ത് നീ ചെയ്തോളാനേ പറയുള്ളൂ, വിട്ടുതരാണ്. അൽഫോൺസ് നീ ചെയ്തോളാനേ പറയുള്ളൂ, അല്ലല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അൽഫോൺസിനെ ഞാൻ എന്തോ ഒരു കാര്യത്തിന് ചോദ്യം ചെയ്തപ്പോഴാണ് അൽഫോൺസിന്റെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. എൻ്റെ വിവരക്കേട് ഞാൻ മറ്റേ അളിയാ മച്ചാ സീനിൽ ഞാൻ ഡയറക്ടറോട് പോയിട്ട് ഇവിടെ എന്താണ് ഇത്, ഞാൻ വരേണ്ട കേസില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ട് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും എൻ്റെ അടുത്ത് വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറയേണ്ടി വന്നിട്ടില്ല. എടാ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയേണ്ടി വന്നില്ല. എൻ്റെ അടുത്ത് ഇങ്ങ് വിട്ട് തരും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ്. അമൽ നീരദിന്റെ ഒക്കെ ഒരു ബ്രീഫ് എന്തായിരുന്നു വരത്തിന്റെ കാര്യത്തിൽ? ഇപ്പം ഞാൻ പറഞ്ഞത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പോ ഈ ക്യാരക്ടർ മാത്രം പറഞ്ഞെന്ന രീതിയിൽ നിന്ന് മാറുമല്ലോ. അത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സീനിലേക്കൊക്കെ വരും. അമലേട്ടൻ എനിക്ക് ക്യാരക്ടർ തന്നു, ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ. പിന്നെ ഷർഫു സുഹാസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ക്ലാരിറ്റി അമലേട്ടൻ പറഞ്ഞിട്ട് കിട്ടിയില്ലേ അവരുടെ അടുത്ത് പോയി ചോദിക്കാം. പക്ഷെ അമലേട്ടൻ തന്നെ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ്ലി ഇതിന്റെ ഐഡിയ പറയുള്ളൂ. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ അവിടെ കാണുന്ന കുറച്ച് അളിയന്മാരില്ലേ. പിന്നെ എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ജോസി കെ ബേബിക്ക് ഒരു ജൗളിക്കടയാണ്, ഏത് ഈ ഹൈ റേഞ്ചില്. ആ ഹൈ റേഞ്ചിലെ ജൗളിക്കടയിൽ അതും കുറച്ച് ലേഡീസ് ഫാഷനിലൊക്കെയാണ് അത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കടയിലൊക്കെ, അങ്ങനത്തെ ഒരു കടയുടെ ഓണറാണ്, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി. അത് ബാക്കിലെ കഥയാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടേ പറയുള്ളൂ പുള്ളി. ജോസി കെ ബേബി എങ്ങനെയൊക്കെയാന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പൊ അത് എനിക്ക് മനസ്സിലാവായി ഒരിക്കലും വന്നിട്ടില്ല. നമുക്ക് നല്ല ബ്രേക്ക് ത്രൂ, ഇപ്പൊ എല്ലാ ആക്ടറും അവർക്ക് എപ്പോഴും ബ്രേക്ക് ത്രൂ കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ വൈബിലേക്ക് പോകുന്ന ഡയറക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുമല്ലോ. പക്ഷെ ഭീഷ്മ കോവിഡിൽ വന്ന സമയത്ത് ഷറഫ് മിസ് ചെയ്ത പടമാണ്. ഞാൻ മിസ് ചെയ്തിരുന്നു. അതിന് ഞാൻ വേറൊരു പടം എനിക്കതിൽ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ പടമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സാമ്പത്തിക സിറ്റുവേഷൻസിലും എല്ലായിട്ട് എനിക്ക് മാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഈ ആക്ടറിന് ഇപ്പോഴും വരുന്നൊരു പ്രശ്നം ഈ ക്ലാഷ് ഒരു ഭയങ്കര ഫാക്ടറാണ്. നമ്മുടെ ആഗ്രഹത്തിന് ഒത്ത പടം ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ ഇപ്പുറത്തൊരു പടം വരാം, ചിലപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാണോ അതാണോ എന്നുള്ള അത് ശരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നോക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത് മാറ്റി പിടിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഇന്നലത്തെ ചിന്തയൊന്നുമല്ല ഇന്ന്. എനിക്ക് ഇന്നത്തെ ചിന്ത ആയിരിക്കണം എന്നില്ല നാളെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ ചിലപ്പോൾ 3 സിനിമ ഇറങ്ങി 3 പ്രാവശ്യം നമ്മളൊരു ജയമോ തോൽവിയോ എന്ന് പറഞ്ഞ് അതിനെ നേരിടാൻ പോകുന്നു. വേറൊരു പ്രൊഫഷൻ അതില്ല. വേറൊരു അല്ല മത്സരം ഉണ്ടല്ലോ, മത്സരമുണ്ട്. ഇതിന് ജയം പരാജയം എന്നല്ലേ വിളിക്കുന്നത്. ജയം പരാജയം എന്നാ വിളിക്കുന്നത്. അപ്പൊ 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ 3ാമത്തെ തവണ ജയിക്കണമല്ലോ എന്നുള്ള ആ ഒരു സാധനം കൂടി ഉണ്ട്. ഇപ്പൊ വേറൊരു ഇതിന്റെ സ്പേസിൽ ഒരുപക്ഷെ ഡയറക്ടറിനെക്കാളൊക്കെ എപ്പോഴും ഒരു ആക്ടർക്ക് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ മറ്റേ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനായിരിക്കുമല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ടാണ്. അപ്പൊ ഇയാളുടെ സൈക്കോസ് ഇതിനെ ബാധിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആർട്ടിസ്റ്റിന്റെ അയാൾക്ക് ഇപ്പൊ ഒരു ഹിറ്റ് പടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിവർന്ന് നടക്കുകയും 2 ഫ്ലോപ്പ് വന്ന ഒന്ന് മടങ്ങുകയും ചെയ്യുന്നത് റിയാലിറ്റി ആണ്. അത് മാത്രമല്ല ഷർഫ, ഇപ്പം നേരത്തെക്കാൾ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ പടത്തിന്റെ വീഴ്ച ഉണ്ടായാൽ പോലും ഒരു ആക്ടറിന് അത് വലിയതായിട്ട്, അത് ഡയറക്ടർ പോലും, അതിപ്പോ ഒരു തുടർച്ചയായിട്ട് 5 പടം സക്സസ് ആകുമ്പോൾ ഒരു പടം അടിതെറ്റിപ്പോയാൽ
ചിലപ്പോൾ അയാളുടെ ഒരു മെന്റൽ ഹെൽത്തിനെയും അയാളുടെ ഒരു ചുറ്റുവട്ടത്തെയും ആയിരിക്കും. അയാൾക്ക് വരുന്ന കോളുകളെയും എല്ലാം പഴയതിനേക്കാൾ ബാധിക്കുന്ന ഒരു ഘട്ടം കൂടി ഒരു സക്സസിനേക്കാളും ബാധിക്കുന്നത് ഒരു സക്സസിന്റെ ഒരു ഗ്രാഫിന്റെ ഹൈ ഇല്ലേ, അതിനേക്കാളും ബാധിക്കുന്ന ഒരു ഫെയിലിയറിന്റെ ഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ. അത് ഇടിവെട്ടി പോകുന്ന പറയുന്ന പോലെ ബാഡ് കിട്ടുമായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ ഇത്രയും വലിയ ആക്സെപ്റ്റൻസ് ഉള്ളപ്പോൾ ചോദിക്കാലോ, ഞാൻ പറഞ്ഞ അത്തരം ഫെയിലിയേഴ്സ് വന്നപ്പോൾ എന്തായിരുന്നു ഷറഫ് ചെയ്തിരുന്നത്? ഉറപ്പായും നിങ്ങൾക്ക് ഒരു സൗഹൃദ സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പേഴ്സണൽ സംഗതി തന്നെയാണല്ലോ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ ഭയങ്കര ഐറ്റമാണ്. അത് ഞാൻ ഇവിടെ പറഞ്ഞ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സിനി ഫെയിൽസ് ഒക്കെ ആയിരിക്കും, പക്ഷെ പബ്ലിക് കോമൺ ഓഡിയൻസിന്റെ അഹങ്കാരി എന്ന് വിളിക്കായിരിക്കും. ഞാൻ പറഞ്ഞ എന്നെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിന്നത്. എൻ്റെ തോൽവികളാണെങ്കിലും ഞാൻ ഏറ്റവും ബാഡ് സിറ്റുവേഷനിൽ പോകുമ്പോഴും ഓക്കെ റൈറ്റ് ടൈം എനിക്ക് അല്ലെ റൈറ്റ് ടൈം റൈറ്റ് ഡയറക്ടേഴ്സ്. ഇപ്പം ഞാനതിന് നോക്കൂ ഈ തോൽവി സംഭവിച്ചത് എന്തുകൊണ്ടാന്ന് പറയും. അപ്പോൾ അതിന് കാരണം എനിക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ കണ്ടെത്തുന്നതിൽ ഓക്കെ ഈ പ്രശ്നം ഇല്ലാത്തത് വരട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റ് ആവും. അങ്ങനെ വരാതിരുന്നത് കൊണ്ടായിരിക്കും. പടക്കളം വന്നിട്ട് പടക്കളം ഹിറ്റാകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്ന ഡയലോഗ് മറ്റേ ഷറഫുദ്ദീന്റെ കംബാക്ക്. ഞാൻ ലൈഫിൽ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ സമയത്ത് പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫീൽഡ് ഔട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പടം ചെയ്യുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം ചെയ്യുക പൈസയും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ഇവിടെ എണ്ണപ്പെടുന്നില്ല. ലൈക്ക് 5-ാം പാതിരയിൽ നിന്ന് പടക്കളത്തിലേക്ക് എത്തുമ്പോഴേ ഞാൻ വർക്കായിട്ടുള്ളൂ. അതിപ്പോ എപ്പോഴും എനിക്കൊന്ന് തിയേറ്ററിലെ ഒരു വലിയ സക്സസിൽ ആ സെലിബ്രേഷന്റെ കൂട്ടത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം എണ്ണപ്പെടുന്നു എന്നുള്ളതാണ് ആക്ടറിനേക്കാൾ നമ്മളെ പരിഗണിക്കപ്പെടുന്നത്. മീൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു ക്യാരക്ടർ വരുന്ന സമയത്താണെങ്കിലും ഇപ്പം ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പാർക്കറിയാൻ പോലത്തുള്ള ഭയങ്കര യുണീക്ക് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഈ ബെഞ്ചമിൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ എന്താണ് ഇപ്പം നേരത്തെ പറയില്ലേ ഒരു ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ അവിടെ ഒരു റിസ്ക്, ഈ പറയുന്ന ബജറ്റ് പോലത്തെ റിസ്ക് മറ്റൊരു കൺസേൺ വരുമല്ലോ. ഇപ്പം കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം കൂടുതലുണ്ടല്ലോ പെറ്റ് ഡിറ്റക്റ്റീവ് തരുന്നത്. അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ സ്ഥലങ്ങളിലേക്ക് പോവാം എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്റെ ബഡ്ജറ്റ് കാരണം കൊണ്ട് എന്നെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ആർട്ടിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ചില സിനിമകൾ വിട്ടിട്ടുണ്ട്, അതെന്റെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ആണ്. ക്ലാഷസ് വരാം അപ്പൊ പക്ഷെ അതിനോട് എനിക്ക് പ്രോബ്ലം തോന്നിയിട്ടില്ല. ലൈക്ക് ആ സമയത്ത് എനിക്ക് പ്രാന്തായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ആ സിനിമ വിട്ടു അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഞാൻ ഓക്കെയാണ്, അതിൽ ഞാൻ ദണ്ണപ്പെട്ടിരിക്കാൻ ചാൻസില്ല. പക്ഷെ എന്റെ ബഡ്ജറ്റ് കാരണം കൊണ്ട് എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാനല്ലാതെ വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നില്ല. മോശം മീൻസ് എനിക്ക് ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയായിട്ട് തോന്നി. അവിടെയും ഈ പറഞ്ഞൊരു പടം ഫെയിലിയർ ആകുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരു സംഗതിക്ക് അങ്ങനെ ഒരു സമാനമായ മെക്കാനിസം വർക്ക് ചെയ്യായിരുന്നു. അത് എനിക്ക് അറിഞ്ഞൂടാ. അല്ല അവിടെ കുറച്ചുകൂടി ഫയർ കത്തിക്കുക എന്നുള്ള അല്ലാണ്ട് വേറെ രക്ഷയില്ല. ബഡ്ജറ്റ് മുകളിലേക്ക് കയറാം, മുകളിലോട്ട് തന്നെ നോക്കിയിട്ടുള്ളൂ, താഴത്തേക്ക് ഒരിക്കലും നോക്കിയിട്ടില്ല. പുറകിലോട്ട് പോകേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയില്ല. ചിലപ്പോ കുറെ നാള് അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിച്ച് കയറി വരാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഈ ആർക്കറിയാം എന്തായാലും എടുത്തു ചോദിക്കണം എന്ന് വെച്ചാൽ, ആർക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് കാലത്തേക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു സാനുവിന്റെ. ആ സിനിമയുടെ കാര്യത്തിൽ ആ സിനിമയുടെ സെലക്ഷൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലൊന്നും മുമ്പ് ഷറഫ് ചെയ്തിട്ടില്ല. ഷറഫിന് എപ്പോഴും ഒരു യുണീക്ക് മാനറിസം ഉണ്ട്. ഷറഫ് തന്നെ ഒരു ഫ്രീ സ്റ്റൈൽ പെർഫോമൻസിൽ ഒരു ഫ്രീ സ്റ്റൈൽ ഉണ്ട്. ഇതിനെല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്ക്. അയാൾക്ക് അയാളുടെ മീറ്ററിൽ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളത്. എന്നാൽ പലതരത്തിലുള്ള മീൻസ് ബാക്കിയുള്ള ചുറ്റുവട്ടത്തെ മനുഷ്യർക്കനുസരിച്ച് പെരുമാറുന്ന ഒരാളുമാണ്. ഓരോ ആൾക്കനുസരിച്ചും അയാളുടെ മീറ്റർ മാറ്റുന്നുണ്ട്. അതെ, ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഇത് പെർഫോം ചെയ്തത്? ഞാൻ ഇത് എനിക്ക് തോന്നി കോവിഡിന്റെ സമയത്തല്ലേ ഷൂട്ട് ചെയ്യുന്നത്? കോവിഡിന്റെ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഹലാൽ ലവ് സ്റ്റോറി കണ്ടിട്ട് സന്തോഷ് ടി കുരുവിള എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പടം കണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ വെച്ചു. അപ്പോൾ അങ്ങനെ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഈ കോള് വരുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ കോവിഡ് ആണെങ്കിൽ പോലും ഇല്ലടാ, മറ്റേ എന്താ പറയാ, മറ്റേ സൗബിന്റെ ക്യാരക്ടർ മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയും പോലെ വൃത്തിയായിട്ട് ഞാൻ ചെയ്യില്ല സർ,
എന്ന് പറയുന്ന നിലപാടിൽ വീട്ടിലിരിക്കും. അപ്പോൾ എനിക്കൊരു സിനിമ ചെയ്യണം, പക്ഷേ ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം താനും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് ആർക്കറിയാൻ വരുന്നത്. അപ്പം ആർക്കറിയാൻ വന്നു, ഈ പറഞ്ഞ പോലെ പിന്നെ കുറേ സമയം, ഇഷ്ടം പോലെ സമയം കൂടെ, വേറെ ടെൻഷനുകളൊന്നുമില്ല. അപ്പം ആ സിനിമ മാക്സിമത്തിൽ അതിന് സമയം കൊടുത്ത് തന്നെ ചെയ്തതിൻ്റെ, അതിന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയതിൻ്റെ എല്ലാം ഗുണമായിരിക്കും ഒരുപക്ഷെ ആർക്കറിയാമിൽ കിട്ടിയത്. ആർക്കറിയാമിൻ്റെ അകത്തെ ക്യാരക്ടർ ഞാൻ നമ്മൾ ഒരിക്കലും ഒരു ബന്ധമില്ല. ലൈക്ക് ഒരു ബോംബെ സെറ്റിൽഡ് ഒരു ഒരു ബോംബെ സെറ്റിൽ എന്ന് വെച്ചാൽ ബോംബെ ബോൺ ആൻഡ് ബോട്ടപ്പ് അല്ലേ, അവിടെ ജനിച്ച ആളായിട്ടാണ്. അപ്പോൾ ഒരിക്കലും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ പറയുന്ന പോലെ അയാളുടെ ക്യാരക്ടറിന്റെ ഇത് എങ്ങനെ വരും. ഇപ്പൊ ഞാൻ തന്നെയാണ് സാൻചേട്ടൻ്റെ അടുത്ത് ഞാൻ ആകെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തുള്ളൂ, അത് ഇയാൾക്ക് അധികം ഡയലോഗ് ഒന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇത് ഇടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാന്നുള്ളതായിരുന്നു. അത് സാൻചേട്ടൻ ആ കോള് ഭയങ്കര ഇഷ്ടമായി. സാൻചേട്ടൻ അങ്ങനെ തന്നെയാണ് അതിനെ സെറ്റ് ചെയ്തത്. ആ എക്സ്പ്രഷൻസ് എടുത്ത് തന്നെയാണ് സാൻചേട്ടൻ പോയത്. അതെനിക്ക് ഭയങ്കര വർക്കായി. അയാളുടെ സൈലൻസിൽ അത് ഞാൻ ചോദിച്ചത് സാൻചേട്ടൻ്റെ അടുത്ത് അത് മാത്രമായിരുന്നു. ഒന്നത് ഹിന്ദി പറയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം, അതെവിടെയെങ്കിലും അത് ഉടക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ അതിലേക്കാൾ നല്ലത് സൈലൻസിലും എല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ ആലോചിച്ചു. അത് വർക്കായത്. ഈ തുടക്കം മുതലേ ശബ്ദത്തിനൊരു യുണീക്നെസ് ഉണ്ട്. ഇപ്പൊ ഷറഫിന്റെ ശബ്ദം എന്നുള്ളത് മനസ്സിലാവും. ഗിരിരാജൻ കോഴി എന്നുള്ളിടത്തു നിന്നായിരിക്കും കുറെ കഴിയുമ്പോൾ ഷറഫല്ലേ എന്ന് വെച്ചിട്ട് ആളുകൾ വന്നത്. മീൻസ് ഒരു ആക്ടർ അപ്രീസിയേഷൻ വരുന്നത്. അപ്പോഴും എനിക്ക് തോന്നുന്നത് ഷറഫിന് അത്യാവശ്യം നല്ല ബാധ്യതയായിരുന്നത് ആലുവ സ്ലാങ് ആണ്. അതിനെ കൂടി പൊളിച്ചെടുത്തിട്ടാണല്ലോ മറ്റു ക്യാരക്ടർ, ഇപ്പൊ ആർക്കറിയാൻ പോകുമ്പോഴും ബെഞ്ചമിൻ പോകുമ്പോഴും അല്ലെ വരത്തം വരുന്ന സമയത്ത് ആ സ്ലാങ് എന്നുള്ളത്, അത് അവിടെയൊക്കെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തതായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പം എല്ലായിടത്തും പറയുന്ന സമയത്ത് ഷറഫ് തിരുത്തുന്ന കാര്യം പറയാറുണ്ട്. ഷറഫ് അങ്ങനെ തിരുത്താൻ പ്രേരിപ്പിക്കുന്നത് എന്ത് തരം ഫീഡ്ബാക്കാ? ഈ പറയുന്നത് നിങ്ങളുടെ സൗഹൃദമാണോ നിങ്ങളെ ഫീഡ്ബാക്ക് വരുന്നത്? ഞാൻ പറയുന്നത് ഇതെനിക്ക് കറക്റ്റ് ചെയ്യണം, ആക്ടർ ഈ സാധനത്തിൽ എനിക്ക് ചെറിയ പാളിച്ചുണ്ട്. ഈ ഫൈൻ ട്യൂണിങ് നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്താ? ആരുടെ ഫീഡ്ബാക്കുകളാ? ഇല്ല, എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഫീഡ്ബാക്കുകൾ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും കൂടുതൽ അങ്ങനെ കേട്ടത് എനിക്ക് തോന്നുന്നു പ്രേമം തുടങ്ങിയിട്ട് ഈ വരത്തം വരെയൊക്കെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ടിങ് മറ്റേ കാര്യങ്ങളിൽ നിങ്ങൾ ഇത്രയും ഇതുണ്ട്, നിങ്ങളുടെ സ്ലാങ് ഉണ്ട്, നിങ്ങളുടെ വോയിസ് കൺട്രോള് ശ്രദ്ധിക്കണം. പക്ഷെ അത് പോസ്റ്റ് വരത്തൻ എന്നങ്ങനെ ആരും അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ ഞാൻ സ്വയം ഉണ്ട് അത്. പക്ഷെ ഞാൻ എപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനത് ശ്രദ്ധിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാം, അത് വർക്കായി പോകുന്നുണ്ട്. ഇപ്പോഴും ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിഷ്കളങ്കമായ ഒരു ചിരിയാണെങ്കിൽ നമുക്ക് കഥാപാത്രത്തിനെ കുറിച്ചൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ നിഷ്കളങ്കമായ ചിരിയിൽ കള്ളനുണ്ടെന്നുള്ളത് മലയാളികൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ അതും നമ്മൾ ഇപ്പോൾ വലിയ സേഫാന്ന് വിചാരിക്കണ്ട എന്നാ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി എനിക്ക് മറ്റേ ഒരു ക്യാരക്ടർ നിഷ്കുവായിട്ട് നിന്നിട്ട് പിന്നീട് ഗ്രേ ഷെയ്ഡിലേക്ക് മാറുന്നതൊന്നും കാണിച്ച് മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല, ഇവൻ എന്തും ചെയ്യാൻ പറ്റുമരുത്. ആ കഥാപാത്രം റേഞ്ചും ട്രാൻസ്ഫോർമേഷനും വരുമ്പോൾ നമ്മൾ ഇനി പുതുതാവില്ല, അതൊരു റിയാലിറ്റിയാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ക്രിപ്റ്റ് പരമായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ അങ്ങനെ അതെല്ലാം നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പുതുമയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസിന് ഇയാള് ചിലപ്പോൾ വേറെ ടൈപ്പ് ആയിരിക്കും, ചിലപ്പോൾ ഇപ്പൊ ഇയാളുടെ ഇതായിരിക്കും എന്ന് തോന്നാവുന്ന സാഹചര്യത്തിലേക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് തോന്നുന്ന സൂക്ഷ്മതകളാണ്. സൂക്ഷ്മത എന്ന് പറയുന്ന അക്കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു സോഷ്യൽ മീഡിയ കൂടി ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു പടത്തിന്റെ പോസ്റ്റർ മുതൽ ഫസ്റ്റ് ലുക്ക് ഇട്ടാലും ട്രെയിലർ ഇട്ടാലും അതിൽ ഒരുപാട് മൾട്ടിപ്പിൾ കമന്റ്സ് വരും. പോസിറ്റീവും വരും നെഗറ്റീവും വരും എന്നുള്ളത്. ഇപ്പൊ ഞാനത് പിന്നെ ഹേറ്റേഴ്സ് ഇല്ലെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളൊരു പടം റിലീസ് ചെയ്തതിനു ശേഷം അതാ ഞാൻ ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കമന്റ്സും ഫീഡ്ബാക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. എപ്പോഴും നമുക്ക് പോസിറ്റീവായതിന്റെ ഇപ്പുറത്ത് ഒരു നെഗറ്റീവ് ഇതുകൂടി ഉണ്ടാവുമല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഈ പെറ്റിറ്റിയോട് കണക്ട് ചെയ്ത് പറഞ്ഞാല് ഞാനിപ്പോ ജസ്റ്റ് ശരിക്കും അത് കോമഡിയാണ്. പക്ഷെ ആ പോസ്റ്റ് ഞാൻ ഇടുന്നത് പടത്തിന്റെ തലേ ദിവസമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹേറ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞൂടാ. പടം ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ ആയപ്പോ പടം ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്കായി, പടത്തിന്റെ കളക്ഷനൊക്കെ കയറി വരുന്ന ആ സമയത്ത് ഇപ്പോഴേക്കും ഹേറ്റേഴ്സ് വന്നു തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എന്റെ കമന്റ് ബോക്സിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട് ആൾക്കാർ വന്ന്
ചീത്ത പറയുന്നത് ഉം. എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം അതെന്താണെന്നുള്ള ചിലപ്പോ ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പറയുമ്പോ അതൊക്കെ ഓക്കെ നിങ്ങൾക്ക് ഇനി കിട്ടുമായിരിക്കും ചിലപ്പോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വ്യക്തിപരമായിട്ട് അത് ഒറിജിനൽ അക്കൗണ്ടുകളൊന്നും അല്ല, ഉം. ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ വരുന്ന, അതല്ലാണ്ട് ഒറിജിനൽ മനുഷ്യരൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. ഉം. ഉം. അപ്പൊ പക്ഷെ നമ്മുടെ വർക്കിംഗ് അപ്പൊ അദ്രി ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഷറഫുദ്ദീൻ ശത്രു സഹകരണ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെയോ കോമഡികൾ നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ല എന്ന് വിശ്വസിക്കാൻ, കാരണം എനിക്ക് ഹേറ്റേഴ്സ് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പറയണ്ടായിരുന്നു അന്നത്തെ പോസ്റ്റിൽ നിന്ന് എനിക്ക് പിന്നീട് ഇപ്പൊ തോന്നുന്നുണ്ട്. കാരണം മറ്റേ ക്ഷണിച്ചു വരുത്തിയ പോലെ ആര് പറഞ്ഞില്ലെന്ന് ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ള ഹേറ്റേഴ്സ് ഇല്ലാത്ത അവന് കുറച്ച് ഹേറ്റേഴ്സ് ഒന്നിനും മലയാളികളിൽ നിനക്കൊരു കുറവുണ്ടായിരുന്നു മോനെ ആ കുറവങ്ങ് നികത്തി. കുറവൊക്കെ നികത്തി. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സർക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഇതുപോലൊരു കംബാക്ക് എന്നുള്ളതല്ല, എന്നാൽ പോലും നിവിന്റെ കാര്യത്തിലാണ് ആളുകൾക്ക് ഭയങ്കര ഇതുള്ളത്. നിവിന്റെ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് ആയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിവിന്റെ കൂടെ ഏറ്റവും ഇപ്പം ഒടുവിൽ അഭിനയിക്കുന്ന നിവിന്റെ കൂടെ. നിവിനെ സംബന്ധിച്ചിടത്തോളം നിവിൻ ഒരു മാസീവ് കംബാക്ക് നടത്തുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒറ്റ സീൻ കൊണ്ട് ആ സിനിമയുടെ എൻ്റയർ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഷോ സ്റ്റീലറായി മാറിയിട്ടുള്ള ആളാണ്. നിവിനുമായിട്ട് നിരന്തരം നമുക്കറിയാം ഭയങ്കര പ്രോമിസിങ് പ്രൊജക്ട് വരുന്നുണ്ട്, എന്നാൽ പോലും നിവിനെ ആളുകൾ എനിക്കൊന്നത് അങ്ങനെ ഭയങ്കര കാര്യമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിവിനൊന്ന് അറിയിച്ചാൽ മതി നമ്മള്. നല്ല അത് ഞാനടക്കം നിവിൻ ഒരു കാര്യം സ്കോർ ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, അത് കുറച്ച് കാര്യമായിട്ട് വരും. എനിക്ക് തോന്നുന്നു നിവിന് ഭയങ്കര കലക്കൻ എന്റർടൈൻ ചെയ്യുന്ന ആക്ടറാണ്. അപ്പം അത് അയാളിലുള്ളതാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ വേറൊരു ആക്ടറോട്, അയാൾ താരതമ്യേന പുതിയതായ ഒരു നടനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടുകാർ 100 പറയും, നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമ്മൾ സൂപ്പറായിട്ട് പോയ നാട്ടുകാർ നമുക്ക് ഇഷ്ടംപോലെ കൈയടിക്കാനുണ്ടോ, വെറുതെ നമ്മൾ തിരുത്താൻ വരുന്നത് കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്തു, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് 2 പേരാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന 2000 പേര് കൂടി ഉണ്ടാവും. പക്ഷെ 2000 പേര് മിണ്ടാതിരിക്കായിരിക്കും. ശരിയല്ല എന്ന് പറയുന്ന 2 പേരെ മിണ്ടുന്നുണ്ടാവുള്ളൂ. അത് വിശ്വസിക്കരുത്, അതല്ല മതം, മറ്റേതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കുകളുള്ള പ്രോബ്ലമാണ്. അപ്പൊ അതിന് നമ്മളൊന്ന് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. അത് എന്താ പറയുക, കംഫർട്ട് സോൺ ഈസ് എ സൂപ്പർ കംഫർട്ട് സോൺ. അതിനെന്താ കുഴപ്പം? കംഫർട്ടബിൾ ആയിട്ട് ഒരാൾ ഇരിക്കുന്ന കണ്ടിട്ട് സഹിക്കാനായിട്ടാണോ? അതല്ലേ എന്റെ അഭിപ്രായം. അതാണ്, കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ തന്നെ പോട്ടെ. എല്ലാവരുടെയും ലൈഫിൽ ഏത് മനുഷ്യന്റെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഒരാൾ കംഫർട്ട് സോണിൽ ഇരിക്കണെങ്കിൽ കംഫർട്ട് സോൺ അത് നല്ലതാണല്ലോ. കംഫർട്ട് സോണിലാണ്. അതെ 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 അതെ. അത് മുള്ളുമൊന്നുമല്ല ഇരിക്കുന്നത്, വേദനിക്കേണ്ടെന്ന് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പൊ ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവ് അറിയാം, ഒരുപാട് ഹീറോയിക് മൊമെന്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന കൈകയുടെ ക്യാരക്ടറിന്റെ അടുത്ത് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും തിയേറ്ററിൽ അത് ഷറഫുദ്ദീന്റെ ഒരു ഹീറോയിക് മൊമെന്റ് ആയി വരുന്ന സീൻസ് ഉണ്ട്. അത് കൈകയുടെ POV വരുന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് ഉറപ്പായും ഷറഫ് പല പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ക്യാരക്ടർ റോളിലേക്ക് ഉള്ളത് വില്ലൻ റോളിലേക്ക് വരുന്ന സമയത്ത് അതിലൊരു സെൻട്രൽ ക്യാരക്ടറിന് ലീഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എൻ്റയർ തിയേറ്റർ ചിയർ ചെയ്യുന്ന കൈയടിക്കുന്ന ഒരു മൊമെന്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും ഞാൻ പറഞ്ഞത് ഓരോ ആക്ടേഴ്സും ചെറുതും വലുതായ റോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം ആക്ടേഴ്സ് അവരുടെ ഒരു ഹീറോയിക് മൊമെന്റ് വെയിറ്റ് ചെയ്യുമല്ലോ. ഇപ്പം ഷറഫ് കോഴിക്കോട് പോയാലും തിരുവനന്തപുരത്ത് പോയാലും ഷറഫിന് വേണ്ടി കയ്യടിച്ചാർത്ത് കേൾക്കുന്ന പല പ്രായത്തിലുള്ള ആളുകളെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് മറ്റേ നമ്മുടെ ഇതില് പറയുന്ന സമയത്ത് പോലെ മറ്റേ എന്താണ് റൈഫിൾ ക്ലബിൽ പറയുന്ന പോലെ ഇതിന് പോലൊരു അങ്ങനെ ശരിക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഷറഫിലെ ഒരു ആക്ടറും ഒരു ഹ്യൂമൻ ബീയിങ്ങും? ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ മനുഷ്യനോടായിരിക്കും പറയുന്നത്, ചിലപ്പോ ഓഡിയൻസിനോടായിരിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രേമം തന്ന ഒരു ഹൈ അതങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, അത് ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്. ഇതിപ്പോ എന്താ പറയാ, ഓപ്പണിംഗിൽ തന്നെ എനിക്ക് അങ്ങനെ ഇതെന്താണെന്നുള്ളത് നോക്കിക്കണ്ട്. പിന്നെ വരത്തനും ഇതുപോലെ തന്നെ ഭയങ്കര ക്ലാപ്സ് ഉണ്ടായിരുന്നു. 5-ാം മാതിരി ഇതൊന്നും ഞാൻ തിയേറ്ററിലോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഞാൻ ഇതിൽ ട്രിപ്പ് പിടിച്ചില്ലായിരുന്നു. ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോകുമ്പോഴാണ് ഇതിന്റെ ഒരു ട്രിപ്പ് എനിക്ക് ഇൻ റിയാലിറ്റി എല്ലാവരും ഇങ്ങനെ ചിയർ ചെയ്യുന്നതിന്റെ ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്.
എന്താ പറയാ ആ മൊമെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അഭിനവ് ഉണ്ടാക്കിയതാണ്. അത് അങ്ങനെ പ്ലാൻ ഇല്ലാത്ത സാധനമായിരുന്നു. പക്ഷെ അത് അഭിയാണ് അത് സെറ്റ് ചെയ്തെടുത്തത്. പക്ഷെ അതൊരു ശരിക്കും രണ്ട് ക്യാരക്ടറിനും ഫിറ്റ് ആണ്, അതെ, ആക്ടറിനും ഫിറ്റ് ആണ്. അതെ, അത് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ, അത് ശരിയാണ്, അത് ശരിയാണ്. എനിക്കും ഫിറ്റ് ആണ്, ഷറഫുദ്ദീനും ഫിറ്റ് ആണെന്നുള്ളൊരു തിയേറ്ററിൽ കാണുമ്പോൾ രണ്ട് കൈകയുടെ പിഒവിയിൽ ഇങ്ങനെയാണ്, നമ്മൾ കാണുന്ന സമയത്ത് അത് ഷറഫിന്റെ ഹീറോയിക്. അത് ചിലപ്പോ ശരിയായിരിക്കും, ഞാൻ ട്രിപ്പ് ചെയ്തില്ല, നോക്കട്ടെ. അങ്ങനെ കണ്ടു നോക്കിയിട്ടില്ല. ഈ തിയേറ്റർ വിസിറ്റ് ഇപ്പൊ ഒരു പാർട്ട് ഓഫ് പ്രൊമോഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജേണിയാണ്, നേരത്തെക്കാളും വലിയൊരു ജേണിയാണ്. അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ പരീക്ഷണരായി പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയമോ കാലോ ഒന്നും കണക്ഷനേ പോകുന്ന ഒരു സമയമാണല്ലോ. പക്ഷെ അത് ഒരു സക്സസിലേക്കുള്ള യാത്രയാവുന്ന സമയത്ത് അതൊരു ഹാപ്പിനെസ് കൂടിയായിട്ട് മാറുമല്ലോ. ഡിറ്റക്റ്റീവിന്റെ ഒരു ജേണി ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്നത് പോലും പാർട്ട് ഓഫ് ഒരു പ്രൊമോഷൻ യാത്രയുടെ തുടർച്ചയിലാണ്. അതെ 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 അതെ. അല്ല, ഞാൻ തിയേറ്റർ വിസിറ്റുകൾ മാക്സിമം ചെയ്യുന്നത് എന്റെ നഷ്ടബോധമാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ. ലൈക്ക് നല്ല ക്ലാപ്സ് എനിക്ക് ഓർമ്മയുണ്ട്. 5-ാം പാതിരയ്ക്ക് ഭയങ്കര ക്ലാപ്സ് തിയേറ്ററിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ചെറിയ നഷ്ടബോധം ഉണ്ടല്ലോ. ഈ വരത്തലിൽ കാണിക്കുന്ന എന്നെ ശരിക്കും ഒരു പടത്തിൽ ഒരു വല്ലാത്തൊരു ഇൻട്രോ സോങ്, അമ്മലേട്ടന്റെ ഇൻട്രോ അല്ലേ അത് ഞാൻ എന്താ പറയാ ജസ്റ്റ് കണ്ടിട്ടുണ്ട് ഒരിക്കൽ മാത്രം. അത് പക്ഷെ ഭയങ്കര ആള് കുറഞ്ഞ സ്പേസിൽ ഞാൻ ഒതുക്കത്തിൽ പോയിരുന്ന് കണ്ടതാണ്. പക്ഷെ വേറെ സൈഡിലൊക്കെ അത് ഭയങ്കരമായിട്ട്, കാരണം ഞാനിത് എന്താ പറയാ, ഇത് ചെയ്യുമ്പോൾ ഏതൊരു സിനിമയിൽ കൂടെ അഭിനയിക്കുന്ന ഒരു പെങ്കുച്ച് ഷറഫായിട്ട് എന്ത് മോശമാണ് അതില് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അപ്പൊ മറ്റൊരു ട്രിപ്പ് കിട്ടുന്നില്ല, ഇത് എന്നെ കാണിക്കുന്ന ഇൻട്രോയിൽ കയ്യടി കിട്ടുന്ന ട്രിപ്പ് കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര മോശക്കാരനാണെന്നുള്ള ഗ്രേ ഷെയ്ഡിനെയാണ് ഒരു ഇത് ചെയ്തത്. അപ്പം അത് അങ്ങനെ സാധനമുണ്ട്. അപ്പൊ എന്താ പറയാ, ഇപ്പോ തിയേറ്ററുകളിൽ പോയി ഇത് ചെയ്യുന്നത് അതൊരു പാർട്ടാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് തിയേറ്റർ വിസിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ആവാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കയ്യടിയൊക്കെ കുറച്ചും കൂടി ഇതായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറെ ഓഡിയൻസ് വന്നു, സിനിമ കാണാൻ കുറെ പേര് വന്നു. സിനിമയുടെ ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഒരു ഒറിജിനൽ ഒരു ഇത് ഉണ്ടാവില്ല. അതല്ലാതെ തന്നെ ഒരു കുറച്ച് ഓഡിയൻസ് വരുന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒന്നും പക്കയായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ. അത് ഭയങ്കര രസകരമായും സന്തോഷകരമായ കാര്യമാണ്. കൂടുതൽ സക്സസിലേക്ക് എത്തട്ടെ. ഇനിയും തിയേറ്ററുകളിൽ ആള് നിറഞ്ഞു തുടരട്ടെ. താങ്ക് യു.